സോ ഗുഡ് ഈവനിങ് ഓൾ. സെക്കൻഡ് സം കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മേ ബി ഏറ്റവും അവസാനമോ പിന്നീടോ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഇതൊരു ഷെഡ്യൂൾഡ് ലൈവ് സീരീസ് അല്ല. നിങ്ങളെ സെക്കൻഡ് സം കോംപ്ലിമെൻ്ററിയുടെ കംപ്ലീറ്റ് കോഴ്സുകളെ 1 by 1 ആയിട്ട് ക്ലാസ്സുകൾ എടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ക്രിസ്പി ആയിട്ട്, വളരെ ഷോർട്ടായിട്ട്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഈ ചാപ്റ്ററിൻ്റെ നിങ്ങളെ സെക്കൻഡ് സം കോംപ്ലിമെൻ്ററി ഫിസിക്സിലുള്ള ബാക്കി ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സുകൾ കാണാനാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2 ചാപ്റ്ററാണ് കവർ ചെയ്യാനുള്ളത്. ഒന്ന് പോളറൈസേഷനും, രണ്ടാമതായിട്ട് ഏറ്റവും അവസാനമുള്ള ലേസർ ഫിസിക്സ് എന്നുള്ള ചെറിയ ഭാഗവും. ഞാൻ പോളറൈസേഷനിലോട്ട് കിടക്കുകയാണ് ഡയറക്റ്റായിട്ട്. എന്താണ് പോളറൈസേഷൻ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. ബേസിക്കലി പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ അതിനെ പിടിച്ചിട്ട് പോളറൈസേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് എന്താണ് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്ന് അറിയണം. അതായത് ബേസിക്കലി ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേവ് ഓസിലേഷൻ ആണ് അല്ലേ. സോ ലൈറ്റ് ഹാവിങ് ഓസിലേഷൻ ഇൻ ഓൾ ഡയറക്ഷൻ ഈസ് കോൾഡ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വേവ് വരയ്ക്കാണ് ഇങ്ങനെ. അതായത് എല്ലാ ഡയറക്ഷനിലും വൈബ്രേഷൻ ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് ആൻ അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇതിനെ പോളറൈസ്ഡ് ആക്കി മാറ്റണം. സോ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനോമിന, അതായത് it is a phenomena in which converting vibration of the wave in specific direction which is perpendicular to the direction of the wave motion. അതായത് എൻ്റെ കയ്യിൽ ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഉള്ള വേവിനെ പിടിച്ചിട്ട് ഒറ്റ ഡയറക്ഷനിലാക്കി മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ ഡയറക്ഷനിലും ഉണ്ടായിരുന്നു, ഞാൻ താൽക്കാലികമായിട്ട് 2 ഡയറക്ഷൻ മാത്രം. അതിനെ പിടിച്ചിട്ട് ഒരു സ്പെസിഫിക് ഡയറക്ഷനിലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്, അതാണ് പോളറൈസേഷൻ. ക്ലിയർ ആണോ? ഈ കാണുന്ന പോളറൈസേഷനാണ് പ്ലെയിൻ പോളറൈസേഷൻ ഓർ ലീനിയർലി പോളറൈസ്ഡ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ലീനിയർ പോളറൈസേഷൻ. അതെന്താ ലീനിയർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനാണ് എനിക്ക് കിട്ടുന്ന റിസൾട്ട്, അതാണ് ലീനിയർലി പോളറൈസ്ഡ്. അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ്, ഒറ്റ പ്ലെയിനിലാണുള്ളത്. അതേപോലെ ഇവിടെ പറഞ്ഞ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇങ്ങോട്ടാണ് പോകുന്നത്. സോ ഞാൻ പോളറൈസ്ഡ് ആക്കി മാറ്റിയിട്ടുള്ളത് ഏത് ആംഗിളിലാണ്? ഇതിലാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആംഗിളാണ് അർത്ഥം. പോളറൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇത് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാനുള്ളത്. ഒരു ലൈൻ പോളറൈസേഷൻ മാത്രമല്ല ഉള്ളത്, ലീനിയർ പോളറൈസേഷൻ മാത്രമല്ല ഉള്ളത്. മേ ബി സർക്കുലർലി പോളറൈസ്ഡ് ആകാം. സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് കൃത്യമായിട്ട് ഇതേപോലെ ഒരു സർക്കിളിൻ്റെ പോലെ, അതിനൊന്നും പുറത്തോട്ടോ ഇല്ല അകത്തോട്ടോ ഇല്ല. ക്ലിയർ ആയിട്ടുണ്ടോ? മേ ബി എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആകാം, എലിപ്സ് പോലെ. അങ്ങനെ കുറേ ടൈപ്പ് പോളറൈസേഷൻ ഉണ്ട്. കുറേ ടൈപ്പ് ഇല്ല, ഈ പറഞ്ഞ 2-3 ടൈപ്പ് മാത്രമേ ഉള്ളൂ. എനിവേ, ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലോട്ട് കിടക്കാം. സോ പോളറൈസേഷൻ്റെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാനുള്ളത് വീണ്ടും അതിൻ്റെ കുറേ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ടേമും മറ്റു കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ പോളറൈസേഷൻ ആക്കി മാറ്റാൻ പറ്റും? അതിന് നമ്മൾ വെക്കുന്ന സാധനമാണ് പോളറൈസർ. പോളറൈസറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറിയിട്ടുണ്ടാകും? പോളറൈസ്ഡ് ലൈറ്റായി മാറിയിട്ടുണ്ടാകും. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. ഒരു അച്ച് പോലെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ ആലോചിച്ച് വെക്കാം. ഇവിടെ എന്തുണ്ട്? അൺപോളറൈസ്ഡ് ലൈറ്റ് വരിക, എല്ലാ ഭാഗത്തുനിന്നും വൈബ്രേഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ആളുകൾക്ക് മാത്രമേ അതിലൂടെ പാസ് ചെയ്ത് പോകാൻ കഴിയുന്നുള്ളൂ. ഏതോ ഒരു ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ, ഇങ്ങനെ പിടിച്ച് വടിയുമായിട്ട് ഓടി വരുമ്പോൾ പോകാൻ പറ്റുന്നില്ല, കാരണം വഴി ചെറിയതായിരുന്നു. അതേപോലെയുള്ള സംഭവമാണെന്ത്? പോളറൈസേഷൻ. സിമ്പിളാണല്ലോ. സോ ഇതൊരു അൺപോളറൈസ്ഡ് ലൈറ്റ്. എങ്ങനെ മനസ്സിലായി? ഇങ്ങോട്ടും ഉണ്ട്, ഇവിടെ ഒരു ഡോട്ട് ഇട്ടാൽ അങ്ങോട്ടും ഉണ്ട്, പെർപെൻഡിക്കുലർ. അവിടെ ഞാൻ പോളറൈസേഷൻ വെച്ചു, ലൈൻ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെയുള്ള ഇങ്ങനെ നേരെയുള്ള ആളുകൾക്ക് മാത്രമേ പോരാൻ പറ്റുള്ളൂ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റായി മാറിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. മേ ബി മൈ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു I0. അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് I0/2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നേർ പകുതി ആയിരിക്കും എന്നർത്ഥം. ഈ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ പോളറൈസേഷൻ, പ്ലെയിൻ പോളറൈസേഷൻ സംഭവിച്ചാൽ ഇൻറ്റൻസിറ്റി നേരെ പകുതിയാകും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ പോളറൈസേഷൻ ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഒരു പോളറൈസർ വെച്ചാൽ മതി. പക്ഷേ ആ പോളറൈസർ വെക്കുന്നത് മാത്രമല്ല, നമുക്ക് ഒപ്റ്റിക്സിൽ 2-3 വേറെ മെത്തേഡുകളും കൂടെ ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് മെത്തേഡ് ബൈ റിഫ്ലക്ഷൻ, രണ്ടാമത്തേതാണ് റിഫ്രാക്ഷൻ, മൂന്നാമത്തേതാണ് ഡബിൾ റിഫ്രാക്ഷൻ.
ബേസിക്കലി റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. എങ്ങനെയാണ് റിഫ്ലക്ഷൻ എന്ന് നമുക്ക് പോളറൈസേഷൻ എന്ന് നോക്കാം. ഇത് മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാട്ടോ. അതായത് ഡിസ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഫിനോമിന ഓഫ് പോളറൈസേഷൻ, അല്ലെങ്കിൽ ഹൗ ടു പ്രൊഡ്യൂസ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ആ ഭാഗത്ത് നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് വരാൻ പറ്റിയിട്ടുള്ളതാണ്. സോ പ്ലെയിൻ പോളറൈസേഷൻ അല്ലെങ്കിൽ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ക്ലിയർ ആക്കണം. റിഫ്ലക്ഷൻ വഴി എങ്ങനെയാണ് പോളറൈസേഷൻ ഉണ്ടാകുന്നത് നോക്കാം. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഇനീഷ്യലി ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരു സർഫസിൽ ഇടിക്കുന്നുണ്ട്. ഇടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് പോളറൈസ്ഡ് റിഫ്ലക്റ്റഡ് ലൈറ്റ് കിട്ടുന്നുണ്ട്. എപ്പം? എല്ലായ്പ്പോഴും കിട്ടൂല. എപ്പം മാത്രമേ കിട്ടുള്ളൂ? ഇഫ് യുവർ ഇൻസിഡൻറ്റ് ആംഗിൾ ഈക്വൽ ടു ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. അതായത് ഒരു പ്രത്യേകതരം ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങളിതിനെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് വിച്ച് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ഈസ് കോൾഡ് പോളറൈസിങ് ആംഗിൾ. അതായത് പോളറൈസിങ് ആംഗിളിൽ ഇതിനെ ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിഫ്ലക്റ്റഡ് റേ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പോളറൈസ്ഡ് ലൈറ്റ്. ഏത് പോളറൈസേഷൻ ആയിരിക്കും? സർക്കുലർലിയോ വേറുള്ളതൊന്നുമല്ല. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ബേസിസിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു ഡെഫിനിഷൻ ആയിരിക്കും ബ്രൂസ്റ്റേഴ്സ് ലോ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐ ഇല്ലേ, അതായത് എൻ്റെ പോളറൈസേഷൻ ആംഗിൾ, അതിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടുന്നത്. അതായത് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് മീഡിയ ഈസ് ഗിവൺ ബൈ ടാൻ ഐ പി. സിമ്പിളാണ്. കാരണം എന്താ, ഐ പി എന്ന് പറഞ്ഞാൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിളാണ്. അത് ഡയറക്റ്റായിട്ട് തരും. നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നോക്കാമല്ലോ, ഒരു ചോദ്യം നോക്കാം. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ക്ലിയർ ആണല്ലോ. സംഭവമൊന്നുമില്ല, എൻ്റെ കയ്യിൽ നേരെ റിഫ്ലക്റ്റഡ് റേ എന്തായിരിക്കും? പോളറൈസ്ഡ് ആയിരിക്കും. എപ്പം? ഇൻസിഡൻറ്റ് ആംഗിളും ഐ പി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് പോളറൈസിങ് ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. വെൻ ദ സൺലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ വാട്ടർ സർഫസ് അറ്റ് എ ഗ്ലാൻസിങ് ആംഗിൾ ഓഫ് 37 ഡിഗ്രി, റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് ഫൗണ്ട് ടു ബി കംപ്ലീറ്റ്ലി പ്ലെയിൻ പോളറൈസ്ഡ്. അപ്പം തന്നെ എനിക്ക് ഉറപ്പിക്കാൻ പറ്റും എൻ്റെ ഐ പി എന്താണ്? 37 ഡിഗ്രി ആണെന്നർത്ഥം. ഡിറ്റർമൈൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി വാട്ടർ ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സോ ഇവിടെ ഐ പി എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. ഐ പി എത്രയെന്നുള്ളത് നോക്കണം. ഇവിടെ ഇത് 37 ഡിഗ്രിയാണ്. സോ 37 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് ഐ ഈക്വൽ ടു, ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇൻസിഡൻറ്റ് ഓൺ വാട്ടർ സർഫസ് അറ്റ് ഗ്ലാൻസിങ് ആംഗിൾ 37 എന്നാണ്. അതായത് ഈ വന്നിട്ടുള്ള ഈ ആംഗിളല്ല, ഇവിടെ ഉള്ള ആംഗിളാണ് 37. സോ എൻ്റെ ഐ എന്തായിരിക്കും? ഇത് ആംഗിൾ തന്ന ആംഗിളിൻ്റെ പ്രത്യേകത കേട്ടോ. ഐ എന്തായിരിക്കും? 90 - 37 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 53. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കും? മ്യൂ ഈക്വൽ ടു ടാൻ ഐ പി അല്ലെങ്കിൽ ടാൻ ഐ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 53 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് എൻ്റെ ബ്രൂസ്റ്റേഴ്സ് ലോ. സോ ടാൻ 53 വിച്ച് ഈസ് ഈക്വൽ ടു 1.37 ആണ് എന്ത്? എൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ ആണല്ലോ സംഭവം? ഇനി നോക്കാം, ഇനി അടുത്ത ചോദ്യം നോക്കാം, അല്ലെങ്കിൽ അടുത്ത തിയറിയിലോട്ട് പോകാം. ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ. ഇഫ് ദ ക്രിറ്റിക്കൽ ആംഗിൾ ഫോർ ദ ഗ്ലാസ് എയർ ബൗണ്ടറി ഈസ്, ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണ്, സി ആണ്, ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. കാൽക്കുലേറ്റ് ദ പോളറൈസിങ് ആംഗിൾ ഫോർ ദ ഗ്ലാസ്. ഇവിടെ ക്രിറ്റിക്കൽ ആംഗിളും നിങ്ങളെ മ്യൂവും തമ്മിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ചാൽ മ്യൂ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സൈൻ സി ആണ്. 1 ഡിവൈഡ് ബൈ സൈൻ സി. ഇത് ഓർത്തിരിക്കുക. സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ക്രിറ്റിക്കൽ ആംഗിൾ ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മ്യൂ എത്ര ആയിരിക്കും? മ്യൂ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സൈൻ 38 വിച്ച് ഈസ് ഈക്വൽ ടു, നേരെ ചെയ്ത് നോക്കുക, സൈൻ 38 നമുക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ, 1.62 എന്ന് കിട്ടും. ഇതാണ് മ്യൂ. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പോളറൈസിങ് ആംഗിൾ. ഐ പി കാണണം. മ്യൂ ഈക്വൽ ടു എന്തായിരുന്നു? ടാൻ ഐ പി ആയിരുന്നു, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഐ പി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എത്ര കിട്ടും? 1.62 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1.62 നോക്കുക, 58.3 ഡിഗ്രി. സംഭവം ക്ലിയർ ആണല്ലോ? ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ വെച്ചിട്ട് ഐ പി വെച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം ചെയ്തു. 2 പ്രോബ്ലം. ഈ 2 മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ റിഫ്ലക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് റിഫ്രാക്ഷനാണ്. റിഫ്രാക്ഷനിൽ എന്ത് സംഭവിക്കും നോക്കാം. സോ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയും അൺപോളറൈസ്ഡ് വന്ന് ഇടിക്കുന്നുണ്ട്. സോ എന്താ സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഒരു പാർട്ട് താഴോട്ടും ബാക്കി അതിൻ്റെ ഒരു
പ്ലെയിൻ ബാക്കിയുള്ള കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ റിഫ്രാക്റ്റഡ് ലൈറ്റ് വിൽ ബി പ്ലെയിൻ പോളറൈസ്ഡ് വിത്ത് വൈബ്രേഷൻ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഇൻസിഡൻറ്റ്, അതാണ് പറഞ്ഞത്. ആൻഡ് ദ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് വിൽ ബി പാർഷ്യലി പോളറൈസ്ഡ്. നിങ്ങളെ ഒരു റിഫ്രാക്ഷൻ സംഭവിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഈ ഒരു ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡും ഈ ഒരു ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡും ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ സംഭവം? സോ ഇവിടെ ഇൻസിഡൻ്റ് ആംഗിൾ I എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യാനുള്ളത്. അതായത് എൻ്റെ ആംഗിളും മാലൂസ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ ആണ് ഇനി നമുക്ക് ഡിറൈവ് ചെയ്ത് പറയാനുള്ളത്. സോ പോളറൈസേഷൻ ബൈ റിഫ്രാക്ഷൻ ക്ലിയർ ആണല്ലോ. സോ പോളറൈസേഷൻ ബൈ റിഫ്രാക്ഷൻ ക്ലിയർ ആണല്ലോ. രണ്ട് ടൈപ്പാണ് നമുക്ക് പോളറൈസേഷൻ സംഭവിപ്പിക്കുക. ഒന്ന് റിഫ്ലക്ഷനും മറ്റേത് റിഫ്രാക്ഷനും. റിഫ്ലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ IP എന്ന് പറയുന്ന ഇൻസിഡൻ്റ് ആംഗിളിൽ ഇത് വന്നിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസിഡൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന സാധനം പോളറൈസ്ഡ് ആയിരിക്കും. ഇവിടെ എന്താണ്, റിഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റിഫ്രാക്റ്റഡ് റേ ഇങ്ങോട്ട് വരുന്നത് പാർഷ്യലി പോളറൈസ്ഡും നേരെ പോകുന്നത് പ്ലെയിൻ പോളറൈസ്ഡും ആയിരിക്കും. ഇനി മാലൂസ് ലോയിലേക്ക് കടക്കാം. മാലൂസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, ഹാവിങ് സം ഇൻറ്റൻസിറ്റി I0 എന്ന് പറയുന്ന ഇൻറ്റൻസിറ്റിയിൽ ഒരു സാധനം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇത് കൊണ്ടുപോയിട്ട് ഒരു അനലൈസറിലേക്ക് വെക്കുകയാണ്. ഇത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. സോ ഈ അനലൈസറും ഇതും ഉണ്ടാക്കുന്ന ആംഗിൾ, മേ ബി അനലൈസർ എനിക്ക് ഇങ്ങനെ വെക്കാം, പല രൂപത്തിൽ വെക്കാം, റൈറ്റ്? എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഞാൻ പറയുന്നത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റാണ്. സോ ഇങ്ങനെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നിങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ആംഗിൾ തീറ്റയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇത് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചാൽ എന്താ സംഭവിക്കുക, ഇൻറ്റൻസിറ്റി എത്ര ആയിരിക്കും, 0 ആയിരിക്കും. കാരണം ഒന്നും വരില്ല. കാരണം എന്താ, ഇങ്ങനെയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ഉള്ളത്, ഞാൻ മറ്റത് വെച്ചിട്ടുള്ളത്. എൻ്റെ ആക്സിസും ഇതുമായിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി 0. കാരണം ഒന്നും കിട്ടൂല. ഇങ്ങനെ വെച്ചാലോ കിട്ടും അല്ലേ, പക്ഷേ ഇങ്ങനെ വെച്ചാലും കിട്ടും, അതേപോലെ ഇങ്ങനെ വെച്ചാലും കിട്ടും. ഞാൻ എൻ്റെ അനലൈസർ ഇങ്ങനെ വെച്ചു, ഇതാണ് എന്ത് പോളറൈസ്ഡ് ലൈറ്റ്, ഇതാണ് അനലൈസർ അല്ലെങ്കിൽ ആ ചെറിയ ഹോള്. സോ ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ പോയിക്കോളും. ഇനി നോക്കുക, ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആകുന്നതിനനുസരിച്ച് ചെരിയുന്നതനുസരിച്ച് കുറയുന്നുണ്ട്, പെർപെൻഡിക്കുലർ ആകുമ്പോൾ 0 ആയിരിക്കും. ഇനി ഇങ്ങനെ ആയാലോ അപ്പോഴും പോകും. വിച്ച് മീൻസ് മൈ I ഈക്വൽ ടു എന്താ കിട്ടുക, ഇൻറ്റൻസിറ്റി ഈക്വൽ ടു I ഈസ് ഗിവൺ ബൈ I0 cos സ്ക്വയർ തീറ്റ. ഇതാണ് എൻ്റെ മാലൂസ് ലോ. ക്ലിയർ ആയിട്ടുണ്ടോ? I ഈക്വൽ ടു I0 cos തീറ്റ. കോസ് തീറ്റ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇഫ് മൈ തീറ്റ ഈക്വൽ ടു, തീറ്റയുടെ ഓരോ വാല്യൂസും നമ്മൾ കൊടുത്തു നോക്കാം. 90 ഡിഗ്രി ആണ് സമയത്ത് എന്തായിരിക്കും, cos 0 cos 90 ദാറ്റ്സ് ഈക്വൽ ടു 0. സോ ഇൻറ്റൻസിറ്റി എന്തായി കിട്ടും, 0 ആയി കിട്ടും എന്നർത്ഥം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? സോ 0യിലും 2πയിലും ആയിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്, മാക്സിമം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ, സംഭവം സെറ്റാണല്ലോ. ഇനി നമുക്ക് അത് വെച്ചിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് നോക്കാം. എ പോളറൈസർ ആൻഡ് ദ അനലൈസർ ആർ ക്രോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചു. ത്രൂ വാട്ട് ആംഗിൾ ഷുഡ് ദ അനലൈസർ ബി റൊട്ടേറ്റഡ് സോ 25% ഓഫ് ദി ലൈറ്റ് പാസസ് ത്രൂ ദ അനലൈസർ. 25% എന്നാണ് പറഞ്ഞത്. അതായത് I0 ഡിവൈഡഡ് ബൈ എത്ര ആയിരിക്കും, 4 ആയിരിക്കും, റൈറ്റ്? I0 ഡിവൈഡ് ബൈ 4 ആണ് കിട്ടേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ കാണേണ്ടത്, ഇവിടെ ഇവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ് കാണേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, എൻ്റെ പോളറൈസർ ഉണ്ട്. സോ മേ ബി ദിസ് ഈസ് മൈ അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇത് പോയിട്ട് ഒരു പോളറൈസറിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഏത് ഡയറക്ഷനിലാണോ പോളറൈസർ ആ ഡയറക്ഷനിലായിരിക്കും എൻ്റെ വേവ് എന്ത് ചെയ്തിട്ടുണ്ടാകുക, പോളറൈസേഷൻ സംഭവിച്ചിട്ടുണ്ടാകുക. കാരണം ഇത് ഇങ്ങനെ വെച്ചാൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ വെച്ചാൽ തീർച്ചയായിട്ടും പോളറൈസേഷൻ സംഭവിക്കുക ഇങ്ങനെ ആയിരിക്കും അല്ലേ. സോ അതിനനുസരിച്ച് പോളറൈസേഷൻ സംഭവിക്കും. എനിവേ ഇതുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസർ വെക്കുന്നുണ്ട്. ദിസ് ഈസ് മൈ അനലൈസർ. എത്രയിലാണ് വെക്കുന്നത്, ക്രോസ്ഡ് എന്നാണ് പറഞ്ഞത്. അതായത് 90 ഡിഗ്രി അവിടെ വെച്ചിട്ടുണ്ട്. പോളറൈസർ ആൻഡ് ദ അനലൈസർ ആർ ക്രോസ്ഡ് വിച്ച് മീൻസ് മൈ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി നോക്കുക, ഇവിടെ ഏത് പോളറൈസേഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല, പ്ലെയിൻ ആണോ ഏതാന്ന് പറഞ്ഞിട്ടില്ല. സോ എനിക്ക് സപ്പോസ് വി ഹാവ് ടു റൊട്ടേറ്റ്. ഇവിടുന്ന് ഇങ്ങനെ കിട്ടുമ്പം പക്ക പ്ലെയിൻ പോളറൈസർ ആണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ദിസ് വിൽ ബി 0. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഏതോ ഒരു ആംഗിളിൽ എത്തുമ്പോൾ ഇങ്ങനെ വെച്ചാൽ എന്തായി, ഫുള്ള് കിട്ടും. സോ ഏതോ ഒരു ആംഗിളിൽ എത്തുന്ന സമയത്ത് എന്തായിരിക്കും എനിക്ക് കിട്ടുന്നത്, 25% ആയിരിക്കും. അത് എത്രയാണെന്ന് വെച്ചിട്ടുള്ളത്, മേ ബി ദാറ്റ് ആംഗിൾ ഈസ് ആൽഫ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈ തീറ്റ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും, 90 മൈനസ് ആൽഫ എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു 90 മൈനസ് തീറ്റ എന്ന് എഴുതിക്കൂടെ. വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെ എത്തുമ്പോഴാണ് ഇത് മാക്സിമം ആവുക,
90 ഡിഗ്രി ആവണം ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇനീഷ്യലി ഇത് ഇവിടെയാണുള്ളത്. സോ ഇനീഷ്യലി ഇതാണ് I0. സോ അങ്ങനെയാണെങ്കിൽ മേ ബി ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി, ആൽഫയിലെത്തി. മേ ബി ദിസ് ഈസ് മൈ ആൽഫയിൽ എത്തുമ്പോഴാണ് 25% കിട്ടുന്നത് എങ്കിൽ എനിക്ക് പറയാൻ പറ്റും തീറ്റ ഈക്വൾ ടു 90 മൈനസ് ആൽഫ, അല്ലെങ്കിൽ ആൽഫ ഈക്വൾ ടു 90 മൈനസ് തീറ്റ. കാരണം ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. സോ ഇനീഷ്യലി അത് ഉണ്ടാക്കുന്ന ആംഗിളും തീറ്റയാണ്. ക്ലിയർ ആണല്ലോ? സോ ആൽഫ മൈനസ് തീറ്റ. ഇനി നോക്കുക, എൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? I is equal to I0 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്നാണ്, റൈറ്റ്? വിച്ച് ഈസ് ഈക്വൽ ടു I0 എത്ര? 25% എന്നാണ് പറഞ്ഞത്. സോ 25 ഡിവൈഡ് ബൈ 100 ഇൻറ്റു I0 ഇൻറ്റു കോസ് തീറ്റ. സോ I ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? I is equal to 25 by 100 ഇൻറ്റു I0. അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? I can substitute here 25 by 100 I0 equal to I0 cos square തീറ്റ എന്ന് കിട്ടും അല്ലേ? കോസ് സ്ക്വയർ തീറ്റ എന്താണ്? തീറ്റനെ ഞാൻ മാറ്റുകയാണ്. തീറ്റ ഈക്വൽ ടു 90 മൈനസ് ആൽഫ എന്നുണ്ടാകും. I0 ക്യാൻസൽ ആയിപ്പോയി. ഇതിൻ്റെ കംപ്ലീറ്റ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 5/10 ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് ആൽഫ എന്ന് കിട്ടും. 1/2 ഈക്വൽ ടു കോസ് 90 മൈനസ് ആൽഫ എന്ന് കിട്ടും. കോസ് എപ്പോഴാണടാ 1/2 ആകുക? വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആകണം. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 90 മൈനസ് ആൽഫ ഈക്വൽ ടു 60 ഡിഗ്രി. ദെൻ മൈ ആൽഫ ഈക്വൽ ടു എത്ര കിട്ടും? 30 ഡിഗ്രി, 30 ഡിഗ്രി എന്ന് കിട്ടും. സംഭവം ക്ലിയർ ആണല്ലോ? വളരെ ഈസി ആയിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഇവിടെ ഇനി പറയാൻ പോകുന്നത് നമ്മൾ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണ്. അതായത് എൻ്റെ കയ്യിൽ പോളറൈസേഷൻ ഉണ്ട്. ആ പോളറൈസേഷൻ ഏത് ടൈപ്പാണ്, മാലൂസ് ലോ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോളറൈസേഷൻ സംഭവിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കുറേ പോളറൈസറിനെ കുറിച്ച് പറഞ്ഞു. അത് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുണ്ട്. ഐസോട്രോപ്പിക് മെറ്റീരിയലുണ്ട്, അനൈസോട്രോപ്പിക് മെറ്റീരിയലുണ്ട്. ഇത് നമ്മൾ കേട്ടതായിരിക്കും. എന്താ ഐസോട്രോപ്പിക് മെറ്റീരിയൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ദി റിഫ്രാക്ഷൻ ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും സെയിം ആയിട്ടുള്ള ആ ടൈപ്പ് മെറ്റീരിയലുകളെ പറയുന്ന പേരാണ് ഐസോട്രോപ്പിക് മെറ്റീരിയൽ. വാട്ട് ഈസ് അനൈസോട്രോപ്പിക് മെറ്റീരിയൽ? സോ എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ക്രിസ്റ്റലോഗ്രാഫിക് ആക്സിസ്. ഓരോന്നിലും മാറ്റം ഉണ്ടാകും. അതാണ് ഇത് അനൈസോട്രോപ്പിക്. ഐസോട്രോപ്പിക്കിന് എക്സാമ്പിളാണ് ഗ്ലാസ്, വാട്ടർ, എയർ, NaCl ഒക്കെ. അനൈസോട്രോപ്പിക്കിന് എക്സാമ്പിളാണ് CaCO3, HCl2, H2O ഒക്കെ. ക്ലിയർ ആക്കണം. ഇനി നോക്കുക, ഇനി ഈ അനൈസോട്രോപ്പിക്കിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് യൂണി ആക്സിയൽ ക്രിസ്റ്റലും ബൈ ആക്സിയൽ ക്രിസ്റ്റലും. അപ്പോൾ എന്താണ് യൂണി ആക്സിയൽ ക്രിസ്റ്റൽ എന്നും എന്താണ് ബൈ ആക്സിയൽ ക്രിസ്റ്റൽ എന്നും നമുക്ക് നോക്കാം. സോ രണ്ടെണ്ണാണുള്ളത്, യൂണി ആക്സിയലും ബൈ ആക്സിയലും. ശരിക്കും ശ്രദ്ധിക്കണം, ഈ ഭാഗത്ത് മൊത്തം ക്ലാസിഫിക്കേഷനാണ്. എന്താണ് യൂണി ആക്സിയൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ? യൂണി ആക്സിയൽ ക്രിസ്റ്റൽ എക്സിബിറ്റ് ഡബിൾ റിഫ്രാക്ഷൻ. അതിന് രണ്ട് റിഫ്രാക്ഷൻ, ഡബിൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് താഴെ പറയുന്നത്. വിച്ച് മീൻസ് 2 പെർപെൻഡിക്കുലർ പോളറൈസേഷൻ ആൻഡ് 2 റിഫ്രാക്റ്റീവ് ഇൻഡീസസ് ആൻഡ് 1 സിമെട്രിക് ആക്സിസ്. ഇതൊക്കെ എന്താ നോക്കുക, ഒന്ന് ഓടിച്ച് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ സാധാരണ ഒരു മെറ്റീരിയലിൻ്റെ വാട്ടറൊക്കെ ആണെങ്കിൽ മ്യൂന്നേ കേട്ടിട്ടുണ്ടാകുള്ളൂ. പക്ഷേ രണ്ടെണ്ണം ഉണ്ട്, മ്യൂ ഓയും മ്യൂ ഇയും, ഓർഡിനറിയും എക്സ്ട്രാ ഓർഡിനറിയും. അത് നമ്മൾ വരുന്ന വഴിക്ക് പറയുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, യൂണി ആക്സിയൽ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അതിന് 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാകും, 2 പെർപെൻഡിക്കുലർലി പോളറൈസേഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിലൂടെ പോയി കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെയും ലീനിയർലി പോളറൈസ്ഡ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോളറൈസേഷൻ ആക്സിസ് ഇതായിരിക്കും, മറ്റേതായിരിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ ഒരു സിമെട്രിക് ആക്സിസും ഉണ്ട്. ഇനി ഓർഡിനറി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, രണ്ടാമത്തതാണ് എക്സ്ട്രാ ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് മ്യൂ ഒ, എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ മ്യൂ ഇ. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ഒബേ സ്നെൽസ് ലോ. സ്നെൽസ് ലോ നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി നോട്ട് ഒബേ സ്നെൽസ് ലോ. ഇത് സ്നെൽസ് ലോ ഒബേ ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഇത് ഓർഡിനറി എന്ന് വിളിച്ചത്? ബിക്കോസ് ബീം പാസസ് ദ ക്രിസ്റ്റൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഡീവിയേഷൻ ഇല്ലാണ്ട് ഈ ബീം ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, ഈ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനെ കൊണ്ടാണ് ദിസ് ഈസ് ഓർഡിനറി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എന്തായിരിക്കും? വിച്ച് വിൽ ഡീവിയേറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാ ഓർഡിനറി. സോ കമ്പാരിസൺ ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞത്
രണ്ടെണ്ണം ഐസോട്രോപ്പിക് അനൈസോട്രോപ്പിക്കിൽ രണ്ടെണ്ണം യൂണി ആക്സിയൽ ബൈ ആക്സിയൽ. യൂണി ആക്സിയൽ എന്താണെന്ന് പറഞ്ഞു. ഇതേ പോയിന്റ് വെച്ചിട്ട് തന്നെ നമ്മൾ ബൈ ആക്സിയൽ പറയാൻ പോവാ. ശരിക്കും ശ്രദ്ധിച്ചോ. അതിൻ്റെ മുന്നേ ഒപ്റ്റിക്കൽ ആക്സിസ് എന്താണെന്നുള്ളത് നോക്കാം. ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആക്സിസ് ഉണ്ടാകും. ആ ആക്സിസിലൂടെ എന്ത് സംഭവിക്കൂല, ലൈറ്റ് മേ പാസ് വിത്തൗട്ട് അണ്ടർഗോ ഡബിൾ റിഫ്രാക്ഷൻ. അങ്ങനെ ഡബിൾ റിഫ്രാക്ഷൻ സംഭവിക്കാതെ പോകുന്ന ഏതോ ഒരു ആക്സിസ് ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ആക്സിസ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഒപ്റ്റിക്കൽ ആക്സിസ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ. സോ ഇറ്റ് ഈസ് ദ ആക്സിസ് അലോങ് വിച്ച് ദ ബീം ഓഫ് ലൈറ്റ് മേ പാസസ് വിത്തൗട്ട് ഡബിൾ റിഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. സോ നേരത്തെ നമ്മൾ യൂണി ആക്സിയൽ പറഞ്ഞു. ഇനി എന്താണ് ബൈ ആക്സിയൽ നോക്കാം. ബൈ ആക്സിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ അതേപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ ഓർത്തിരിക്കുക. എപ്സം സാൾട്ട്, H2O, ബൊറാക്സ്, യുലക്സൈറ്റ് ഒക്കെ. ഇനി നോക്കുക എന്താണ് ബൈ ആക്സിയൽ ക്രിസ്റ്റൽ. ബൈ ആക്സിയൽ ക്രിസ്റ്റൽ കണ്ടോ നേരത്തെ അതേപോലെ തന്നെ എക്സിബിറ്റ് ഡബിൾ റിഫ്രാക്ഷൻ ഹാവിങ് 2 പെർപെൻഡിക്കുലർ പോളറൈസേഷൻ. അത് സെയിം തന്നെയാണ്. ബട്ട് 3 റിഫ്രാക്റ്റീവ് ഇൻഡീസസ് 3 എണ്ണം ഉണ്ട്. നേരത്തെ 2 എണ്ണേ ഉള്ളൂ. ഇനി ഇവിടെ എന്താണ് 3 എണ്ണം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മോർ ദാൻ 1 സിമെട്രിക് ആക്സിസ്. നേരത്തെ എത്ര ആയിരുന്നു ഉണ്ടത്? 1 സിമെട്രിക് ആക്സിസ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്? മോർ ദാൻ 1 സിമെട്രിക് ആക്സിസ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ആ ഒരു 3 റിഫ്രാക്റ്റീവ് ഇൻഡീസസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. 3 റിഫ്രാക്റ്റീവ് ഇൻഡീസസ് എന്ന് പറഞ്ഞാൽ മ്യൂ ആൽഫ, മ്യൂ ബീറ്റ, അതേപോലെ തന്നെ മ്യൂ ഗാമ. 3 ഉണ്ടെന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അതാണ് എൻ്റെ 3 റിഫ്രാക്റ്റീവ് ഇൻഡീസസ്. ഇനി നമുക്ക് പറയാനുള്ളത് ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ റേ സ്ലോ ആണെന്നുണ്ടെങ്കിൽ സ്ലോ റേ ഈസ് കറസ്പോണ്ടിങ് ടു ദ ഹയസ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. മിക്കവാറും ഇത് ചോദിക്കൂല. പകരം നമുക്ക് ബൈ ആക്സിയൽ ആണോ യൂണി ആക്സിയൽ ആണോ അത് തമ്മിൽ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു 1 വേർഡോ 2 വേർഡോ ഒക്കെ ആയിട്ട് അതെന്താണെന്ന് പറയാനാണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് മൂവ് ചെയ്യാം. ഡബിൾ റിഫ്ലാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളെ പോളറൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അടുത്ത മെത്തേഡാണ് എന്ത്? ഡബിൾ റിഫ്രാക്ഷൻ. എന്താ ഡബിൾ റിഫ്രാക്ഷൻ? നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻ്റെ കയ്യിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് രണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ലൈറ്റ് 2 എണ്ണമായിട്ട് മാറുകയാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. വിച്ച് മീൻസ് അൺപോളറൈസ്ഡ് ലൈറ്റ് ഓഫ് ബീം ഈസ് ഇൻസിഡൻറ്റ് ഇൻ എ അനൈസോട്രോപിക് ക്രിസ്റ്റൽ. കാരണം അനൈസോട്രോപ്പിക്കിലാണ് ഡബിൾ റിഫ്രാക്ഷൻ ഉള്ളത്. അനൈസോട്രോപിക് ക്രിസ്റ്റൽസ് ലൈക്ക് കാൽഷ്യേറ്റ്, ടൂർമാലിൻ, ക്വാഡ്സ് എക്സെട്ര, and it split into 2 linearly polarized beam. 2 എണ്ണമായിട്ട് മാറുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ റിഫ്ലാക്ഷൻ. ഇവിടെ അൺപോളറൈസ്ഡ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ പോളറൈസ്ഡ് ആയി മാറിയിട്ടുണ്ട്, മറ്റത് ഇങ്ങനെ പോളറൈസ്ഡ് ആയി മാറിയിട്ടുണ്ട്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പോളറൈസ്ഡ് ആയി മാറിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. സോ ഇതാണെന്ത്? സിമ്പിളായിട്ട് ഡബിൾ റിഫ്ലാക്ഷൻ. ഇനി നോക്കുക. ഇനി ഡബിൾ റിഫ്രാക്ഷൻ വരുന്ന സമയത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്തല്ലോ. സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് എന്തായിരിക്കും? ഓറേ ആയിരിക്കും, മറ്റത് ഈറേ ആയിരിക്കും. എന്താണ് ഓറേ, എന്താണ് ഈറേ? അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. പോളറൈസേഷൻ ബൈ ഡബിൾ റിഫ്രാക്ഷൻ സംഭവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ 2 വേവിൽ ഒന്ന് ഓറേ ആയിരിക്കും, മറ്റത് ഈറേ ആയിരിക്കും. ഓറേ ഏതാണ്? ഓറേ അല്ലെങ്കിൽ ഓർഡിനറി ഈറേ, വിച്ച് മീൻസ് ഒബേസ് സ്നെൽസ് ലോ നേരത്തെ പഠിച്ചു. എക്സ്ട്രാ ഓർഡിനറി നോട്ട് ഒബേ സ്നെൽസ് ലോ. രണ്ടും എന്താ? ലീനിയർലി പോളറൈസ്ഡാ, പക്ഷേ മ്യൂച്വലി പെർപെൻഡിക്കുലറാ. ഒന്ന് ഈ ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ ഈ ഡയറക്ഷനിലായിരിക്കും. സെയിം സ്പീഡ് ഇൻ ഓൾ ഡയറക്ഷൻ, പക്ഷേ ഈറെ എക്സ്ട്രാ ഓർഡിനറി ഡിഫറെൻറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഓൾ ഡയറക്ഷൻ, അല്ലെങ്കിൽ വേറെ വേറെ ഡയറക്ഷനിൽ. ക്ലിയർ ആണല്ലോ. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിൽ ഓർഡിനറി റയൽ കോൺസ്റ്റൻ്റാ, പക്ഷേ ഇവിടെ എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല, നോട്ട് കോൺസ്റ്റൻ്റ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഓരോ ആക്സിസിലും വേറെ വേറെ ആണ് എന്നുള്ളത് ആണ്, ബട്ട് നോട്ട് കോൺസ്റ്റൻ്റ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ. ഓറയും ഈറയും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. ഓർഡിനറി റേയും എൻ്റെ എക്സ്ട്രാ ഓർഡിനറി റേയും. സോ പോളറൈസേഷൻ ബൈ ഡബിൾ റിഫ്ലാക്ഷൻ കിട്ടി. ഇനി നമുക്ക് അതിലുള്ള ക്രിസ്റ്റലുകളെ, മൊത്തമുള്ള ക്രിസ്റ്റലുകളെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുണ്ട്. എനിക്ക് എൻ്റെ കയ്യിൽ ഡബിൾ റിഫ്ലാക്ഷൻ സംഭവിക്കുന്നത് മേ ബി എന്തോ ഒരു ക്രിസ്റ്റൽ വെച്ചിട്ടാണ് സംഭവിപ്പിക്കുന്നത്. മേ ബി 2 എണ്ണം ആയിരിക്കും. ഒന്നെങ്കിൽ അത് പോസിറ്റീവ് ക്രിസ്റ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ക്രിസ്റ്റൽ ആയിരിക്കും. അത് നമ്മൾ കാണുന്നത് ഡെൽറ്റ മ്യൂ വെച്ചിട്ടാണ്. വാട്ട് ഈസ് ഡെൽറ്റ മ്യൂ? ഡെൽറ്റ മ്യൂ എന്ന് പറഞ്ഞാൽ മൈ മ്യൂ ഓഫ് ഇ റേ മൈനസ് മ്യൂ ഓഫ് ഓ റേ, എക്സ്ട്രാ ഓർഡിനറി മൈനസ് ഓർഡിനറി. ഇത് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ പോസിറ്റീവ് ക്രിസ്റ്റൽ ആണോ നെഗറ്റീവ് ക്രിസ്റ്റൽ ആണോ തീരുമാനിക്കുന്നത്. ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് ഡെൽറ്റ മ്യൂ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ക്രിസ്റ്റൽ ആണ്, ഡെൽറ്റ മ്യൂ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്രിസ്റ്റൽ ആണ്. ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മ്യൂ ഇ കൂടണ്ടേ, എങ്കിലല്ലേ പോസിറ്റീവ് ആകുള്ളൂ. അതേപോലെ ഇവിടെ എന്തായിരിക്കും? മ്യൂ ഓ കൂടുതലായിരിക്കണം.
ഇനി ഒരു കാര്യം കൂടെ നമുക്കിതിന്ന് പറയാൻ പറ്റും, ബിക്കോസ് മൈ മ്യൂ ഈക്വൽ ടു എന്താണ് സി ഡിവൈഡഡ് ബൈ വി എന്നാ. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചിട്ട് ഇതിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും, എൻ്റെ വെലോസിറ്റി പറയാൻ പറ്റും. മ്യൂ ഇ ഗ്രേറ്റർ ദാൻ മ്യൂ ഒ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് മൈ വി ഇ ഈസ് ലെസ് ദാൻ വി സീറോ. വെലോസിറ്റി ഓഫ് ദി എക്സ്ട്രാ ഓർഡിനറി റേ ഈസ് ലെസ് ദാൻ ദ വെലോസിറ്റി ഓഫ് ദി ഓർഡിനറി റേ. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെ വരുന്ന ക്രിസ്റ്റലാണ് പോസിറ്റീവ് ക്രിസ്റ്റൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, മൈ വി ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി ഒ. ക്ലിയർ ആണല്ലോ, സംഭവം സെറ്റാണല്ലോ. ഈ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആകെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണുള്ളത്, അതാണ് വരാൻ പോകുന്നത്. ആ ചാപ്റ്ററിലേക്ക് ആ ഭാഗത്തേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ആ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേവ് പ്ലേറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ക്വാർട്ടർ വേവ് പ്ലേറ്റ്, പിന്നെ അതേപോലെ തന്നെ ഹാഫ് വേവ് പ്ലേറ്റ്, ഈ 2 വേവ് പ്ലേറ്റുകളാണ് നമുക്കുള്ളത്. സിംപ്ലി വേവ് പ്ലേറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ. അതെങ്ങനെ? സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി മേ ബി എൻ്റെ കയ്യിലുള്ള സ്റ്റേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് സർക്കുലർലി പോളറൈസ്ഡ് ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് വേവ് പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. സോ വേവ് പ്ലേറ്റ് ഈസ് ദ ഒപ്റ്റിക്കൽ ഡിവൈസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ്. ലീനിയറിനെ പിടിച്ചിട്ട് സർക്കുലർലി ആക്കാം, മേ ബി സർക്കിളിനെ പിടിച്ചിട്ട് ലീനിയർലി ആക്കാം, അല്ലെങ്കിൽ എലിപ്സ് ആക്കാം, അതേപോലെ മാറ്റാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? സോ ഒപ്റ്റിക്കൽ വാട്ട് ഈസ് വേവ് പ്ലേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ദെൻ ക്വാർട്ടർ വേവ് പ്ലേറ്റും ഉണ്ട്, ഹാഫ് വേവ് പ്ലേറ്റും ഉണ്ട്. ഇനി ഇവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് വിളിച്ചു, എന്തുകൊണ്ട് ഇത് ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് വിളിച്ചു, അതാണ് ഇനി നമ്മൾക്ക് പറയാനുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ബേസിക്കായിട്ട് ഒരു പോളറൈസേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ, പോളറൈസേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കാണും 2 വേവ്സുകൾ തമ്മിൽ ഫേസ് ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്. ആ 2 വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം, ഇടിച്ച് ചേരുമ്പം മേ ബി അത് ലീനിയർലി ആകും, മേ ബി അത് സർക്കുലർലി ആകും, ഡിപ്പെൻഡ് അപ്പോൺ ദ ഫേസ്. ഇവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അനുസരിച്ച് അത് ലെസാജസ് ഫിഗർ എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടും അടിപൊളിയായിട്ടും പഠിച്ചെടുക്കാനായിട്ട് പക്ഷേ നമുക്കിപ്പോൾ അതില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഡെറിവേഷനിലോട്ട് പോവാണ്. ക്വാർട്ടർ വേവ് പ്ലേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഹാഫ് വേവ് പ്ലേറ്റും ഉണ്ട്. ഫേസ് ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ചേഞ്ച് ലാംഡ പാത്ത് ഡിഫറൻസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ചേഞ്ച് എത്രയായിരുന്നു? 2π ആയിരുന്നു. അതായത് പാത്ത് ഡിഫറൻസ് കൊണ്ടുവരിക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഫേസ് ചേഞ്ച് കിട്ടും അല്ലേ? ഇനി നമുക്ക് നോക്കാം. മേ ബി എൻ്റെ കയ്യിലുള്ള ഈ ഒരു ക്രിസ്റ്റലിന് ഹാവിങ് സം തിക്നെസ് ടി എന്ന് പറയുന്ന ഒരു തിക്നെസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കലി ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? മൈ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ടി ആയിരിക്കും അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റു ടി. അതാണ് അത് നിങ്ങൾ ഒപ്റ്റിക്സിൽ പഠിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടൈംസ് ദ ടി ആയിരിക്കും ആ ഒരു മീഡിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്. വെറും ടി ചെയ്താൽ പോരാ, തിക്നെസ് ടി ആണെങ്കിൽ വെറും ടി അല്ല, മ്യൂ ഇൻറ്റു ടി ആണ്. ഓക്കെ ആണല്ലോ? ഇനി നോക്കുക, ഇവിടെ ഉണ്ടായിട്ടുള്ള പാത്ത് ഡിഫറൻസ് അപ്പോൾ എത്രയായിരിക്കും? എൻ്റെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബേസിക്കലി എനിക്ക് വന്നു ചേരുന്നത് എൻ്റെ ഓർഡിനറി റേയും ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി റേയും ഉണ്ട്. സോ എൻ്റെ ഓർഡിനറി റേ സഞ്ചരിച്ചത് എത്ര ദൂരെ ആയിരിക്കും? ഓർഡിനറി റേ സഞ്ചരിച്ചിട്ടുള്ളത് മ്യൂ 0 ടി ആയിരിക്കും. എൻ്റെ എക്സ്ട്രാ ഓർഡിനറി റേ സഞ്ചരിച്ചിട്ടുള്ളത് എത്ര ആയിരിക്കും? മ്യൂ ഇ ഇൻറ്റു ടി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ഓ റേ ആൻഡ് ഇ റേ ഈക്വൽ ടു, ഓറയും ഇ റേയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? മ്യൂ ഓഫ് ഇ മൈനസ് മ്യൂ ഓഫ് ഒ ഇൻറ്റു ടി. ഇതല്ല എൻ്റെ പാത്ത് ഡിഫറൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ദെർഫോർ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എങ്ങനെ കാണാൻ പറ്റും? 2π ലാംഡ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ചെയ്താൽ മതി. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാംഡക്ക് കറസ്പോണ്ടിങ് 2π. സോ അങ്ങനെയാണെങ്കിൽ മ്യൂ ഇ മൈനസ് മ്യൂ 0 ഇൻറ്റു ടിക്ക് കറസ്പോണ്ടിങ് എന്തായിരിക്കും? 2π ലാംഡ ഇൻറ്റു ഈ സാധനം ചെയ്താൽ മതി. സോ 2π ലാംഡ ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ 0 ഇൻറ്റു ടി. ഇതാണ് എന്ത്? ദിസ് ഈസ് ദ ഫേസ് ഡിഫറൻസ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ സാധനമാണ് ഫേസ് ഡിഫറൻസ് ഓഫ് ദിസ് 2 വേവ്. ഇവിടെ നോക്കുക, ഇതിൻ്റെ തിക്നെസ്. സോ ഇവിടെ നോക്കുക, ഈ 2π ലാംഡ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഫേസ് ഡിഫറൻസാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഇവിടെ ലാംഡ അല്ല, 2π ലാംഡ ഇൻറ്റു മ്യൂ ഇ മൈനസ് മ്യൂ 0 ഇൻറ്റു ടി ആണെന്ത്? ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് 2. ഇനി നോക്കുക, ഇനി ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് എപ്പോഴാകും, ഹാഫ് വേവ് പ്ലേറ്റ് എപ്പോഴാകും എന്നുള്ള ചോദ്യം. സോ ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ഡിവൈഡ് ബൈ 4 ആയിരിക്കും. പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു
or the quarter wave plate is introducing a path difference of lambda divided by 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റും ദിസ് mu e ഇൻറ്റു mu e മൈനസ് mu0 ഇൻറ്റു ടി, അതാണല്ലോ പാത്ത് ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4. സോ ദിസ് ഈസ് ദ ക്വാർട്ടർ വേവ് പ്ലേറ്റ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ്സിനുള്ള ഫോർമുല എന്തായിരിക്കും, ലാംഡ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു mu e മൈനസ് mu0 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? രണ്ട് ഇക്വേഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇക്വേഷൻ ഡിറൈവ് ചെയ്ത കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്, 1/4 ആയതുകൊണ്ടാണ്. എൻ്റെ ടോട്ടൽ വേവ് ലെങ്ത്തിനെ അല്ലെങ്കിൽ മൊത്തമുള്ള പാത്ത് ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ മൊത്തമുള്ള വേവ് ലെങ്ത്തിൻ്റെ ഡിവൈഡഡ് ബൈ 4 എത്രയാണോ അത്രയും പാത്ത് ഡിഫറൻസ് ആണ് ക്വാർട്ടർ വേവ് പ്ലേറ്റ് വെച്ചാൽ എനിക്ക് കിട്ടുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും, ലാംഡ ബൈ 4 ഡിവൈഡ് ബൈ 4 ചെയ്ത് നോക്ക്. ഇവിടെ ഡിവൈഡ് ബൈ 4 ചെയ്താൽ എത്ര കിട്ടുക, സോ ദ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു π/2 അല്ലേ. ഇവിടെ ഡിവൈഡ് ബൈ 4 ചെയ്താൽ π/2 കിട്ടും. സോ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 4 ആൻഡ് മൈ കറസ്പോണ്ടിങ് ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു π/2. ക്ലിയർ ആയിട്ടുണ്ടോ? പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഇനി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നത് എന്തായിരിക്കും, അടുത്ത ഹാഫ് വേവ് പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഹാഫ് വേവ് പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാത്ത് ഡിഫറൻസ് എത്ര ആയിരിക്കും, യുവർ പാത്ത് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക, പാത്ത് ഡിഫറൻസ് വിൽ ബി ലാംഡ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. കാരണം എന്താ, ദിസ് ഈസ് എൻ ഹാഫ് വേവ് പ്ലേറ്റ്. ഹാഫ് വേവ് പ്ലേറ്റ് ലാംഡ ബൈ 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, mu e മൈനസ് mu0 ഇൻറ്റു ടി ഈക്വൽ ടു ലാംഡ ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ തിക്നെസ്സിൻ്റെ ഫോർമുല എന്തായിരിക്കും, തിക്നെസ് ടി ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ 2 ഇൻറ്റു mu e മൈനസ് mu0. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ തിക്നെസ്സിൻ്റെ ഫോർമുല. ഓക്കെ ആണല്ലോ, സംഭവം സെറ്റാണല്ലോ. സോ തിക്നെസ് കാണാൻ ഏതിലൊക്കെ ഹാഫ് വേവ് പ്ലേറ്റിൻ്റെ തിക്നെസ്സും ക്വാർട്ടർ വേവ് പ്ലേറ്റിൻ്റെ തിക്നെസ്സും ആണ് ചോദിക്കുക. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷന് ഡയറക്റ്റ് ഓർത്തിരിക്കുക. അത് വെച്ചിട്ടാണ് പ്രോബ്ലം ഉണ്ടാവുക. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. എനിവേ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് സർക്കിൾ ആൻഡ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് വേവ് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളൊരു ഡെറിവേഷൻ ഇത് മാത്രമാണ്, ഈ ഒരു ചാപ്റ്ററിൽ ഉള്ള ഡെറിവേഷൻ. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിൽ ഒരു ഈറയുണ്ട്, ഒരു ഓറയുണ്ട്. ഇവർ രണ്ടാളും വരും, രണ്ടാളും വന്നിട്ട് എന്ത് ചെയ്യും, സൂപ്പർ ഇമ്പോസ് ചെയ്യും. സൂപ്പർ പൊസിഷൻ നടന്നിട്ട് മേ ബി അതിലെന്തുണ്ടാകും, അത് ലീനിയർലി പോളറൈസ്ഡ് ആയി മാറും, അല്ലെങ്കിൽ സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ടൊക്കെ മാറും. എങ്ങനെയാണെന്നുള്ളത് സോ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എൻ്റെ കയ്യിലുള്ള വേവ് ഈ ഒരു ഡയറക്ഷനിൽ സെഡ് ആക്സിസിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ് ആക്സിസിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ ഏതിലൊക്കെ ആയിരിക്കും, ഒന്ന് വൈയിലും ഒന്ന് സെഡിലും ആയിരിക്കും അല്ലേ. മേ ബി ദിസ് ഈസ് മൈ സെഡ് ആൻഡ് ദിസ് ഈസ് മൈ വൈ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് മൈ ഇ വൈ ഈക്വൽ ടു ഇത് വേവ് ആണ്. സോ വേവ് ആകുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, E0 ഇൻറ്റു സൈൻ ഫൈ ഇൻറ്റു കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇതാ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ വേവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വേവിൻ്റെ മറ്റൊരു അൾട്ടർനേറ്റീവ് ഫോം ആണിത്. ഇനി നോക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ ഇസെഡ് കുഴപ്പമൊന്നുമില്ല, E0 ഇൻറ്റു കോസ് ഫൈ ആയിരിക്കും. കാരണം മ്യൂച്വലി പെർപെൻഡിക്കുലർ എൻ്റെ വേവ് ഇങ്ങനെ പോകുന്നുണ്ടാകുക അല്ലേ. സോ അതിൻ്റെ ഒരു ഇത് ഫൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്പോണൻറ്റ് കോസും മറ്റത് എന്തായിരിക്കും, സൈനും ആയിരിക്കും. ദിസ് ഈസ് മൈ കോസ് കമ്പോണൻറ്റ് ആൻഡ് ദിസ് ഈസ് മൈ സൈൻ കമ്പോണൻറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു E0 കോസ് ഇൻറ്റു കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, ഇനി ഞാൻ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണേ. ശരിക്കും എൻ്റെ കൂടെ തന്നെ പോരണം. വാട്ട് ഈസ് മൈ കെ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ സി നമുക്കറിയാവുന്നതാണ്. ഇനി ഇതെന്ത് ചെയ്യാണ്, ദസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് മൈ ഇ വൈ ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഫൈ ഇൻറ്റു എന്ത് കിട്ടും, കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ക്ലിയർ ആയണോ? കാരണം കോസ് മൈനസ് ഒമേഗ ടി, കോസ് മൈനസ് തീറ്റ എന്താണ്, കോസ് തീറ്റയാണ്. ദെൻ സിമിലർലി മൈ ഇസെഡ് ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇതാണ് എവിടെ നടക്കുന്നത്, ഔട്ട്സൈഡ് ദ ക്രിസ്റ്റൽ. അതായത് ഔട്ട്സൈഡ് ദ ക്രിസ്റ്റൽ ഇത് എന്തായി മാറിയിട്ടില്ല,
ഈറയും ഓറയും ഒന്നായി മാറിയിട്ടില്ല. ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ ഇവിടെ ഉള്ള ഇക്വേഷനാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇനി ഇൻസൈഡ് ദ ക്രിസ്റ്റലിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഇതെന്താകും? ഈറയും ഓറയുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിലെഴുതിയിട്ടുള്ള ഒരു വേവ് എന്തായി മാറിയിട്ടുണ്ടാകും? ഈറയായി മാറിയിട്ടുണ്ടാകും. അടുത്ത വേവ് എന്തായി മാറിയിട്ടുണ്ടാകും? ഓറയായിട്ട് മാറിയിട്ടുണ്ടാകും. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവുകയാണ്. ഈറയുടെയും ഓറയുടെയും തമ്മിൽ എന്ത് ചെയ്താൽ മതി? എനിക്ക് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഓക്കെ. സോ നമുക്കിത് ഡിറൈവ് ചെയ്തെടുക്കണം. ഞാനിവിടെ കുറച്ച് എക്സ്ട്രാ സ്പേസ് ഇടുന്നുണ്ട്. സോ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ഏറ്റവും അവസാനമാണ് കാണുക. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഏറ്റവും അവസാനം നമ്മൾ ലെക്ചർ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് തൊട്ട് മുന്നേ ഉള്ള സ്ഥലത്തേക്കാക്കി മാറ്റുന്നുണ്ട്. എനിവേ ഞാൻ അതിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ നേരെ കണ്ടിന്യൂഷൻ. ഒന്നും കൂടെ ഇടണം നമുക്ക്. ഓക്കെ. സോ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചു. എൻ്റെ EYയും ഡിറൈവ് ചെയ്ത് വെച്ചു, അതേപോലെ തന്നെ EZും ഡിറൈവ് ചെയ്ത് വെച്ചു. ഇനി ക്രിസ്റ്റലിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ ഇൻസൈഡ് ദ ക്രിസ്റ്റൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസൈഡ് ദ ക്രിസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായി മാറിയിട്ടുണ്ടാകും? ഇതിൽ ഒന്ന് ഈറയായിരിക്കും, മറ്റൊന്ന് ഓറയായിരിക്കും. സോ E0 sin phi cos ഒമേഗ ടി KX മൈനസ് ഒമേഗ ടി. സോ ഞാൻ ആദ്യത്തേതായതുകൊണ്ട് K1X മൈനസ് ഒമേഗ ടി. ഇത് ഏതിൻ്റെതാണ്? ഇത് ഓറയുടേതാണ്. അതേപോലെ EZ is equal to E0 cos phi cos K2X മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇത് ഏതിൻ്റെതാണ്? ഇത് ഈറയുടേതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് ഈറയുടേതാണ്. ഇനി എൻ്റെ K എന്താണ്? K എന്ന് പറയുന്ന വേവ് നമ്പറിന് നമ്മളൊരു ആൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. K is equal to 2π/λ. എങ്ങനെ കിട്ടി? K is equal to V/X എന്ന് ഒമേഗ ഈക്വൽ ടു K/λ എന്ന് കിട്ടും. അതിന് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവന്നാൽ മതി. ഒമേഗ ഈക്വൽ ടു K ഈക്വൽ ടു ഒമേഗ ഡിവൈഡഡ് ബൈ V ആണ്. ഒമേഗയ്ക്ക് 2π/λ അല്ലെങ്കിൽ 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ V ഈക്വൽ ടു ന്യൂ ക്യാൻസലായി പോകും. സോ ബാക്കി ഉണ്ടാകുക 2π/λ. ക്ലിയർ ആണല്ലോ. സോ K ഈക്വൽ ടു 2π/λ. അങ്ങനെയാണെങ്കിൽ എൻ്റെ K1 എന്തായിരിക്കും? ദെർഫോർ മൈ K1 is equal to 2π/λ1 ആയിരിക്കും. സോ ഇനി എന്താണ് എൻ്റെ λ1? ശരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ? വളരെ ബേസിക് ഡെഫിനിഷൻ അതെന്ന് പറയാൻ പറ്റും ഡെൽറ്റ λ/λ1. കാരണം λ1 എന്ന് പറയുന്നത് എപ്പോഴാണ്? ക്രിസ്റ്റലിൻ്റെ ഉള്ളിലുള്ളപ്പോഴാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ λ1 ഈക്വൽ ടു λ ഡിവൈഡ് ബൈ μ0. μ0 എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഓർഡിനറി റേ. സോ μ0 കൊടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണേ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? K1 ഈക്വൽ ടു 2π ഡിവൈഡ് ബൈ λ1 ആണ്. സോ 2π/λ ഇൻറ്റു μ0 എന്ന് കിട്ടും. 2π/λ ഇൻറ്റു μ0 എന്ന് കിട്ടും. ഇനി എന്താണ്? K ഈക്വൽ ടു എന്താ? 2π/λ ആണ്. സോ K ഈക്വൽ ടു 2π/λ ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് വരും? K μ0 എന്നായി വരും. ഇപ്പോൾ ചെയ്തത് എന്താണ്? ബേസിക്കലി ഇൻസൈഡ് ദ ക്രിസ്റ്റലിലുള്ള ടേമും ഔട്ട്സൈഡിലുള്ള ടേമും നമ്മളൊന്ന് കമ്പയർ ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു μ0. സോ K1 ഈക്വൽ ടു K ഇൻറ്റു μ0. അങ്ങനെയാണെങ്കിൽ K2 എന്തായിരിക്കും? K2 ഈക്വൽ ടു K ഇൻറ്റു μ0. ഇവിടെ μe വരും. കാരണം രണ്ടാമത്തേതാണ് എക്സ്ട്രാ ഓർഡിനറി ആണ്. മനസ്സിലായല്ലോ? ഒന്ന് ഓർഡിനറിയും ഒന്ന് മറ്റേത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. EYയും EZും. സംഭവം ക്ലിയർ ആണല്ലോ? ആ കൺസെപ്റ്റ് ഇങ്ങനെ കത്തി പോരാ, കൂടെ തന്നെ പോരാ. എനിവേ ഇവിടെ നോക്കുക. ഇപ്പം നമുക്ക് രണ്ടും കിട്ടി. ആ ടേമിൽ ഞാൻ ഇക്വേഷനെ പിടിച്ചൊന്ന് മാറ്റി ചെയ്തതാണ്. ബേസിക്കലി മൈ E1 ഈക്വൽ ടു
E0 sin phi ഇൻറ്റു കോസ്, അവിടെ എന്താ ഉണ്ടായിരുന്നത് കെ എക്സ് എന്നായിരുന്നു അല്ലേ. സോ ഇവിടെ എന്ത് ചെയ്യാണ് മൈ μ0 ഇൻറ്റു കെ ഇൻറ്റു ഡി, എക്സ് ഇസ് ഈക്വൽ ടു ഡി ആയിട്ട് എടുക്കുകയാണ്. നേരത്തെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു, ഇപ്പം നമ്മൾ അതിൻ്റെ തിക്നെസ് ഡി ആണ്, അതായത് ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ ഡി ഈസ് ദ തിക്നെസ്. ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു, ഇവിടെ ഡി ആണ്. സോ ഇത്രയും ദൂരം സഞ്ചരിച്ചു, ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു ഡി. സോ μ0 ഇൻറ്റു കെ ഇൻറ്റു ഡി മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും ആദ്യത്തേത്. നോ മൈ സെക്കൻഡ് വൺ, ഈ വൈ കിട്ടി, ഇ സെഡ് ഇസ് ഈക്വൽ ടു E0 സൈൻ ഫൈ ഇൻറ്റു കോസ് ഇൻറ്റു മ്യൂ ഇ ഇൻറ്റു കെ ഡി മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. ഏത് എൻ്റെ രണ്ടാമത്തത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി ഞാൻ നോക്കുകയാണ്, ഇനി ഞാൻ ഈ μ0 ഇൻറ്റു കെ ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ടേം അതാ, അതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ലെറ്റ് മൈ μ0 കെ ഡി ഈക്വൽ ടു θ0 ആൻഡ് മൈ മ്യൂ ഇ ഇൻറ്റു കെ ഡി ഈക്വൽ ടു θe എന്ന് എടുക്കുകയാണ്. ദെൻ ഐ ക്യാൻ സേ ദാറ്റ് θ0 മൈനസ് θe ഈക്വൽ ടു θ. ഇതെന്താണ്? ദിസ് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇ റേ ആൻഡ് ഓ റേ. ഇത് ഇ റേയും ഓ റേയും തമ്മിലുണ്ടാക്കുന്നത് ക്ലിയർ ആക്കണം. നേരത്തുള്ള ഫൈ എന്താ അതിൻ്റെ പുറത്തുള്ളത്. സോ അത് രണ്ട് ടേമും ക്ലിയർ ആക്കണം. അങ്ങനെയാണെങ്കിൽ ഫൈനലി ഐ ക്യാൻ സേ ദാറ്റ് മൈ ഇ വൈ ഈക്വൽ ടു E0 സൈൻ ഫൈ ഇൻറ്റു കോസ് θ0 മൈനസ് ഒമേഗ ടി ആൻഡ് മൈ ഇ വൈ ഈക്വൽ ടു E0 ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു കോസ് θe മൈനസ് ഒമേഗ ടി. കിട്ടിയത് ക്ലിയർ ആണല്ലോ. സോ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഇ റേയും ഓ റേയും കണ്ടു, അതിൻ്റെ എന്ത് എഴുതി, വേവിൻ്റെ ഇക്വേഷൻ എഴുതി. ആ വേവിൻ്റെ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ 2-3 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വരുത്തിയെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ, സംഭവം കളറാണല്ലോ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പം എനിക്ക് ഇ റേൻ്റെതും ഓ റേൻ്റെതും കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഒറിജിനിലുള്ള ടൈം, ഞാനിപ്പോൾ ഇവിടെ ഉള്ള ടൈം ഞാൻ ടി ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ ഉള്ള ടൈം ടി പ്ലസ് θe ഡിവൈഡഡ് ബൈ ഒമേഗ ആയിട്ട് എടുക്കുകയാണ്. ക്ലിയർ ആക്കണം, രണ്ടും θe പ്ലസ് ഒമേഗ ആയിട്ട് എടുക്കുകയാണ്. ദെൻ ഐ ക്യാൻ സേ ദാറ്റ് ഇവിടെ ഉള്ളതും അവിടെ ഉള്ളതും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ സേ ദാറ്റ് ഇ വൈ ഈക്വൽ ടു എന്താ വരിക, E0 ഇൻറ്റു ഫസ്റ്റത്തെ ടേം നോക്കുക, E0 ഇൻറ്റു സൈൻ ഫൈ എന്നുണ്ട്, സൈൻ ഫൈ ഇൻറ്റു കോസ് തീറ്റ മൈനസ് ഒമേഗ ടി. ക്ലിയർ ആക്കണം, കോസ് തീറ്റ മൈനസ് ഒമേഗ ടി. ഞാൻ വേറെ ഒന്നുമല്ല ചെയ്തത്, ഇത് മൊത്തത്തിലുള്ളത് അതിന് തീറ്റ ആയിട്ട് തന്നെ എടുത്തു. പിന്നെ അതേപോലെ തന്നെ ടൈം, ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ആ ഒരു ടൈം ഡിഫറൻസ് എത്ര എടുത്തു, ഒമേഗ ഇ ബൈ ഒമേഗ, θe ഡിവൈഡ് ബൈ ഒമേഗ ആയിട്ട് എടുത്തു. ക്ലിയർ ആക്കണം. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇ സെഡിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇ സെഡ് ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു ഇവിടെ എന്താ വരിക നോക്കുക, കോസ് തീറ്റ മൈനസ് ഒമേഗ ഇൻറ്റു ടിക്ക് പകരം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ടി ഇസ് ഈക്വൽ ടു ടി പ്ലസ് θe ഡിവൈഡഡ് ബൈ, ദിസ് ഈസ് മൈ θe റൈറ്റ്, ദിസ് ഈസ് θo ആൻഡ് ദിസ് ഈസ് θe. സോ θe ഡിവൈഡ് ബൈ ഒമേഗ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, തീറ്റ മൈനസ് ഒമേഗ ടി മൈനസ് θe എന്ന് വരും. കാരണം ഒമേഗ ക്യാൻസൽ ചെയ്ത് പോകും. സോ ഇതും ക്യാൻസൽ ചെയ്ത് പോയി, മൈനസ് ഒമേഗ ടി. കോസ് മൈനസ് ഒമേഗ ടി, കോസ് ഒമേഗ ടി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ കോസ് മൈനസ് തീറ്റ, സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇപ്പം മനസ്സിലായോ? ഇപ്പം എൻ്റെ രണ്ട് ടേമുകളും മനസ്സിലായല്ലോ. ഇപ്പം ഔട്ട്പുട്ടായിട്ട് വരുന്ന ഇ റേ ആണിത്, അതേപോലെ തന്നെ അതിൻ്റെ ഓ റേ ആണിത്. ഇത് ഇ റേയും അതേപോലെ തന്നെ ഇത് എന്താണ്, ഓ റേയുമാണ്. ഇനി എന്താ സംഭവിക്കുക, ഇ റേയും ഓ റേയും എനിക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടുന്ന സാധനം പ്ലെയിൻ ആണോ സർക്കുലർ ആണോ എലിപ്റ്റിക്കൽ ആണോ എന്ന് ആരാ തീരുമാനിക്കുക, ഈ തീറ്റയും പിന്നെ അതേപോലെ തന്നെ ഈ ഫൈയും ആണ് തീരുമാനിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കേസുകൾ നോക്കാമല്ലോ. ഇനി നിങ്ങൾ ഡെറിവേഷൻ ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഫൈനൽ റിസൾട്ട് ഓർത്തിരിക്കുക കേട്ടോ. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മുന്നോട്ട് പോകണം. എനിവേ വി ഹാവ് മൈ ഫൈ ഈക്വൽ ടു കേസ് 1. ദിസ് ഈസ് മൈ ഫസ്റ്റ് കേസ്. ദാറ്റ് മീൻസ് മൈ ഫൈ ഈക്വൽ ടു എത്രയാണ്, ഫൈ ഈക്വൽ ടു π/4. ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ എനിക്ക് ഓരോ വേവ് പ്ലേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ ഓരോ ടൈപ്പ് വേവുകൾ ഓരോ ടൈപ്പ് പോളറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യണം നോക്കുക. സോ ഫൈ ഈസ് ഈക്വൽ ടു π/4 ആൻഡ് മൈ തീറ്റ ഈക്വൽ ടു π/2. അപ്പോൾ ആണെങ്കിൽ എന്താ സഹിക്കുക, ഈ തീറ്റ ഈക്വൽ ടു π/2 ഫേസ് ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ക്വാർട്ടർ വേവ് പ്ലേറ്റ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ ബൈ ഇൻട്രൊഡ്യൂസിങ് എ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ഐ ക്യാൻ ഗെറ്റ് മൈ ഫൈ ഈക്വൽ ടു π/4 ആൻഡ് തീറ്റ ഈക്വൽ ടു π/2. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തായി മാറും? EY ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ π/4 കോസ് π/2 മൈനസ് ഒമേഗ ടി എന്നാകും. π/2 മൈനസ് ഒമേഗ ടി. വാട്ട് അബൌട്ട് മൈ EZ ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു അതേ സംഭവം തന്നെ E0 ഇൻറ്റു കോസ് ഫൈ ആണ്. സോ ഇവിടെ എന്ത് വരും? കോസ് π/4 വരും ഇൻറ്റു കോസ് ഒമേഗ ടി. സോ ഇൻറ്റു കോസ് ഒമേഗ ടി. അങ്ങനെ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ സംഭവം. ഇനി നോക്കുക, ഇനി എൻ്റെ ഇതെന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു കോസ് π/2 ആണ്. π/2 എത്ര വരിക? കോസ് π/2 എന്ന് പറഞ്ഞാൽ അതെന്തായി മാറും? സൈൻ ഒമേഗ ടി ആയി മാറുന്നുണ്ടാകും അല്ലേ. പിന്നെ സൈൻ π/4 എന്താണ്? സൈൻ π/4 1/√2. സോ ദിസ് ഈസ് ഈക്വൽ ടു E0 ഇൻറ്റു സൈൻ ഒമേഗ ടി ഡിവൈഡഡ് ബൈ √2 എന്ന് കിട്ടും. വാട്ട് അബൌട്ട് ദിസ് വൺ? അവിടെ കോസ് ഒമേഗ ടി തന്നെ. കോസ് π/4 എത്ര ആയിരിക്കും? 1/√2 ആയിരിക്കും. വിച്ച് മീൻസ് E0 ഡിവൈഡ് ബൈ √2 ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നോക്കുക, ഇപ്പോൾ E0യും കിട്ടി, അതേപോലെ തന്നെ EYയും കിട്ടി. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? EY സ്ക്വയർ പ്ലസ് EZ സ്ക്വയർ എന്താ കിട്ടുക? രണ്ടും സ്ക്വയർ ചെയ്ത് നോക്കുക. ഒന്ന് സൈൻ സ്ക്വയർ ഒമേഗ ടി കിട്ടും, മറ്റത് കോസ് സ്ക്വയർ ഒമേഗ ടി കിട്ടും. അത് 1 ആണല്ലോ. E0 ഡിവൈഡ് ബൈ √2 പ്ലസ് E0 ഡിവൈഡ് ബൈ √2 E0 ഡിവൈഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നും കിട്ടും അല്ലേ. രണ്ടും കോമൺ ആയിട്ട് പുറത്തെടുത്താൽ സോ ദാറ്റ് വിൽ ബി E0 ഡിവൈഡ് ബൈ 2. ശരിക്കും ഇതെന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നുള്ള രൂപത്തിലല്ലേ. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ സർക്കിൾ, ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഇത് ഏതായിരിക്കും? സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. സോ സർക്കുലർലി പോളറൈസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്താ? തൊട്ട് മുന്നേ പറഞ്ഞ പോലെ മൈ ഫൈ ഈസ് ഈക്വൽ ടു π/4 ആൻഡ് തീറ്റ ഈക്വൽ ടു π/2. സോ നിങ്ങളോട് എക്സാമിന് ഡിസ്കസ് ദ പ്രൊഡക്ഷൻ ഓഫ് ദി സർക്കുലാർ വേവ് പ്ലേറ്റ്, സർക്കുലാർ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാണ് ഡെറൈവ് ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ നമുക്കുള്ളത് ഓക്കെ. സോ നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ ഫൈ ഈസ് നോട്ട് ഈക്വൽ ടു 45 ഡിഗ്രി, അതായത് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ എടുത്തു. പിന്നെ അതേപോലെ തന്നെ മൈ തീറ്റ ഈക്വൽ ടു π/2. π/2 തീറ്റയുടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? എഗെയിൻ എ ക്വാർട്ടർ വേവ് പ്ലേറ്റ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ ക്വാർട്ടർ വേവ് പ്ലേറ്റ്. ഇപ്പം എന്താണ്? ക്വാർട്ടർ വേവ് പ്ലേറ്റ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തായി മാറിയിട്ടുണ്ടാകും? EY ഈക്വൽ ടു E0 സൈൻ ഫൈ എന്നാണ്. E0 സൈൻ ഫൈ, സൈൻ 45 അല്ല, ഏതെങ്കിലും ഒരു ആംഗിൾ സൈൻ ഫൈ എന്ന് എടുത്തു. പിന്നെ സൈൻ ഒമേഗ ടി എന്നുണ്ടാകും. കാരണം സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി അതെന്താകും? കോസ് ഓഫ് π/2 മൈനസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി ആയി മാറും. അതേപോലെ മൈ EZ ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു കോസ് ഫൈ ഇൻറ്റു ഇവിടെ എന്താ വരിക? കോസ് ഒമേഗ ടി ആണ്. സോ അത് കോസ് ഒമേഗ ടി ആയിട്ട് എടുത്തു. കോസ് ഒമേഗ ടി. നോ വാട്ട് വിൽ ബി മൈ റിലേഷൻ? ഇവിടെ നോക്കുക, ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഞാൻ ചെറുതായിട്ട് മാറ്റി എഴുതാൻ പോവാണ്. ഐ ആം ജസ്റ്റ് ടേക്കിംഗ് ദിസ് ആസ്, ഇത് ഞാൻ എന്തായിട്ടെടുത്തു? എ ആയിട്ടെടുത്തു. ഇത് ഞാൻ എ ആയിട്ടെടുത്തു. ഇത് ഞാൻ ബി ആയിട്ടെടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി മൈ EY സ്ക്വയർ? ഇതിൻ്റെ റിലേഷൻ എന്തായിരിക്കും? EY സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടും. റൈറ്റ്? സൈൻ സ്ക്വയർ ഒമേഗ ടി. അതേപോലെ തന്നെ EZ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ ഒമേഗ ടി എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി 1 ആണ്. സോ EY സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് EZ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ? ഇതാണ് അടുത്ത റിലേഷൻ. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഇത് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ദിസ് ഈസ് എൻ എലിപ്സ് അല്ലേ. സോ ഇത് എലിപ്സ് ആണ്.
എലിപ്സിൻ്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. സംഭവം ക്ലിയർ ആണല്ലോ. സോ എലിപ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ക്ലിയർ ആണല്ലോ. എലിപ്സിൻ്റെ കണ്ടീഷൻ ഓർത്തിരിക്കുക, φ ഈസ് നോട്ട് ഈക്വൽ ടു 45 ഡിഗ്രി ആൻഡ് തീറ്റ ഈക്വൽ ടു π/2 ഡിഗ്രി. ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കാം. മൂന്നാമത്തെ കേസും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം കഴിഞ്ഞു. അതായത് നമ്മളെ എല്ലാ ടൈപ്പ് പ്രൊഡക്ഷനും നമ്മളാകുന്നുണ്ട്. എനിവേ ഹിയർ ഈസ് ദ കേസ് 3. മൂന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത് മൈ തീറ്റ ഈക്വൽ ടു പൈ ആണ്. അതെപ്പോഴായിരിക്കും? ഹാഫ് വേവ് പ്ലേറ്റ് ആകുമ്പോൾ ആയിരിക്കും. വെൻ ഹാഫ് വേവ് പ്ലേറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഹാഫ് വേവ് പ്ലേറ്റ്. പിന്നെ അതേപോലെ തന്നെ മൈ φ ഈക്വൽ ടു π/4 ആണ്. φ ഈക്വൽ ടു π/4 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടുക? മൈ EY ഈക്വൽ ടു E0 ഇൻറ്റു കോസ് എന്ത് വരും? E0 ഇൻറ്റു സൈൻ φ വരും. സൈൻ π/4 ആണ്. സോ സൈൻ π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. ഇൻറ്റു കോസ് π മൈനസ് ഒമേഗ ടി എന്നാണ് വരിക. π മൈനസ് ഒമേഗ ടി എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി ആണ്. മൈനസ് കോസ് ഒമേഗ ടി. അതേപോലെ തന്നെ മൈ EZ ഇസ് ഈക്വൽ ടു E0 ഇൻറ്റു കോസ് φ ആയിരുന്നു. സോ കോസ് φ 1/√2 വരും ഇൻറ്റു കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നൗ വാട്ട് വിൽ ബി ദ ഇക്വേഷൻ? ഇത് ഏത് ടൈപ്പ് ഇക്വേഷനാണ്? എൻ്റെ EY സ്ക്വയറിനെയും പിന്നെ അതേപോലെ തന്നെ EZ സ്ക്വയറിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എനിക്ക് എന്താ കിട്ടുക? EYയും കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ EZും കിട്ടിയിട്ടുണ്ട്. ദിസ് ഈസ് റെപ്രസെൻറ്റിങ് എ ലീനിയർലി പോളറൈസ്ഡ് ആംഗിൾ. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതൊരു ലൈൻ പോളറൈസേഷനാണ്. y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ള രൂപത്തിലാണ് കിട്ടുന്നത്. കാരണം രണ്ട് കോൺസ്റ്റൻ്റാണ് കിട്ടുന്നത്. E0/2 കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ലൈൻ പോളറൈസ്ഡ് ലൈറ്റ്. ലൈൻ പോളറൈസ്ഡ് ഓർ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടത്? ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ദ ലൈൻ പോളറൈസ്ഡ് ലൈറ്റ് ഫേസ് ഡിഫറൻസ് π/4 ആയിരിക്കണം, തീറ്റ ഈക്വൽ ടു പൈ ആയിരിക്കണം. അതേപോലെ തിരിച്ച് വരിക നേരത്തെ അതേപോലെ തന്നെ. എൻ്റെ എലിപ്റ്റിക്കൽ പോളറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താ? തീറ്റ ഈക്വൽ ടു π/2, φ ഈക്വൽ ടു 45 ഡിഗ്രി. അതേപോലെ സർക്കിൾ ആവണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് φ ഈസ് ഈക്വൽ ടു π/4 ആൻഡ് മൈ തീറ്റ ഈക്വൽ ടു π/2. സോ ഞാനതൊന്ന് എഴുതി തരാം. ഇത് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഒന്നെങ്കിൽ ലൈൻ പോളറൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ എലിപ്സ് ആയിരിക്കും. ഇത് രണ്ടും ഡിസൈഡ് ചെയ്ത ഫാക്ടർ തീറ്റയും ഫൈയും ആയിരുന്നു. സോ എന്തായിരുന്നു ലൈൻ പോളറൈസേഷൻ്റെ കണ്ടീഷൻ? ലൈൻ പോളറൈസേഷൻ്റെ കണ്ടീഷനാണ് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളത്. വിച്ച് മീൻസ് മൈ φ ഈക്വൽ ടു π/4 ആൻഡ് മൈ തീറ്റ ഈക്വൽ ടു പൈ. പിന്നെ അതേപോലെ തന്നെ തൊട്ട് മുന്നേ നേരത്തെ പറഞ്ഞ എലിപ്സിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? എലിപ്സിൻ്റെ കണ്ടീഷനുള്ളത് തീറ്റ ഈക്വൽ ടു π/2 ആൻഡ് മൈ φ ഈസ് നോട്ട് ഈക്വൽ ടു 45 ഡിഗ്രി. 45 ഡിഗ്രി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒന്ന്. സർക്കിളിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കണ്ടീഷനാണ് മൈ φ ഈക്വൽ ടു π/4 ആൻഡ് മൈ തീറ്റ ഈക്വൽ ടു π/2. ക്ലിയർ ആണല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. സോ അതുകൊണ്ട് അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് മൂവ് ചെയ്യാം. സോ നമ്മൾ ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലീനിയർലി ആണോ സർക്കുലർലി ആണോ എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈറയും ഓറയും ഉള്ള ഡെറിവേഷനാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഈ ഭാഗത്തെ ഡെറിവേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡബിൾ റിഫ്ലാക്ഷന് ഇത് പറഞ്ഞു, ഈറൈ ഓറൈ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, അതേപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ക്രിസ്റ്റൽ പറഞ്ഞു, ഇൻട്രൊഡ്യൂസിങ് ഓഫ് ദ വേവ് പ്ലേറ്റ് പറഞ്ഞു, പ്രൊഡക്ഷൻ ഓഫ് ദി സർക്കുലർ ആൻഡ് എലിപ്റ്റിക്കൽ പോളറൈസ്ഡ് ലൈറ്റ് വേവ്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നോക്കുക, ഇനി നമുക്കുള്ളത് ഇതിനെങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ എന്തുണ്ട്? സർക്കുലർലി പോളറൈസ്ഡ് ഉണ്ട്, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം? അനലൈസർ വെച്ചിട്ട് ഡിറ്റക്റ്റ് ചെയ്യാം. അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. മേ ബി ദിസ് ഈസ് മൈ അൺപോളറൈസ്ഡ് ലൈറ്റ്. അത് പോളറൈസറിലൂടെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് വരുന്ന സമയത്ത് പിന്നെ ലൈൻ പോളറൈസ്ഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു അനലൈസർ വെക്കുക. അനലൈസർ വെച്ചിട്ട് ഇത് ഇങ്ങനെ വരുന്നുണ്ട്. അനലൈസർ ഇവിടെ വെച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു എൻഡിലെത്തുമ്പോൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ എനിക്ക് 0 ആയിരിക്കും കിട്ടുക, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എങ്ങനെ എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണോ അല്ലേ നോക്കാൻ അനലൈസർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമ ടു 0 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഒരു ഫുൾ റൊട്ടേഷനിൽ അല്ലെങ്കിൽ 2 വട്ടം ട്വൈസ് ദ ഇൻറ്റൻസിറ്റി മാക്സിമം ആകുന്നുണ്ടോ നോക്കിയാൽ മതി. കാരണം ഒന്ന് ഇങ്ങനെ ഉള്ളപ്പോഴും ആകും,
ഇങ്ങനെയുള്ളപ്പോഴും ആകും. ഓക്കെ. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് വാരിയിങ് ഫ്രം മാക്സിമ ടു 0. കാരണം എന്താ, ദിസ് ഈസ് ആൻ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. പ്ലെയിൻ ഇങ്ങനെ വരുമ്പം ഇവിടുന്ന് മാക്സിമ, ഇവിടുന്ന് 0, പിന്നെ മാക്സിമ, പിന്നെ 0, പിന്നെ അടുത്തത് തിരിഞ്ഞെത്തുമ്പോൾ മാക്സിമ, പിന്നെ 0. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഇനി സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇങ്ങനെ വരുന്നത്. അതിന് ഞാൻ ഇങ്ങനെ വെച്ച് റൊട്ടേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക, ആക്ച്വലി സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും ഉണ്ട്. സോ എല്ലാ ഡയറക്ഷനിലുള്ളതിനോട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരാൾ പോകാനുണ്ടാകും, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അടുത്ത ആൾ പോകാനുണ്ടാകും, എല്ലാ ഡയറക്ഷനിലും പോകാനുണ്ടാകും. പക്ഷേ എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ് ഇൻറ്റൻസിറ്റി ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, സർക്കുലർലി പോളറൈസ്ഡ് ആയിരിക്കും. വാട്ട് അബൌട്ട് മൈ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ്? എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ, എലിപ്സിനെ എക്സാക്റ്റ് രൂപം വരച്ചിട്ടില്ല, പക്ഷേ ഞാനിവിടെ വരച്ചു തരാം. മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമം ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും, മിനിമം ആയിരിക്കും. സോ മാക്സിമ മിനിമ ഇവിടെ 0 ആകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇറ്റ് ഈസ് ആൻ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് വെൻ ദ ഇൻറ്റൻസിറ്റി ഈസ് വാരിയിങ് ബിറ്റ്വീൻ മാക്സിമ മിനിമ ഓൺ ദ ഫുൾ റൊട്ടേഷൻ. ക്ലിയർ ആണല്ലോ, ഈ 3 ക്ലിയർ ആണല്ലോ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഈ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് സംഭവം തന്നെ ഇത് എലിപ്റ്റിക്കലി ആയാലും വരും, പാർഷ്യലി ആയാലും വരും. പാർഷ്യലി ആണോ എലിപ്റ്റിക്കലി ആണെന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എലിപ്റ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റിന് എന്ത് ചെയ്യുക, ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ കടത്തിവിടാം. ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ കടത്തിവിട്ടാൽ അതിന് π/2 ഫേസ് ചേഞ്ച് ഉണ്ടാകും. π/2 ഫേസ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തായി മാറിയിട്ടുണ്ടാകും, എലിപ്റ്റിക്കലി പോളറൈസ്ഡ് ലൈറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റായി മാറിയിട്ടുണ്ടാകും. നേരത്തെ നമ്മൾ പഠിച്ചു, ഇപ്പോൾ ഡിറൈവ് ചെയ്ത് പഠിച്ചു. ഇനി ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് വീണ്ടും ഒരു പോളറൈസർ കൂടെ കടത്തിവിടുക. അപ്പം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ത്, ആദ്യം മുന്നുണ്ടായിരുന്നത് ഏതായിരുന്നു എന്ന്. എൻ്റെ കയ്യിലുള്ളത് അൺപോളറൈസ്ഡ് പാർഷ്യലി പോളറൈസ്ഡ് ലൈറ്റാന്നുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണ് നമുക്ക് മാറ്റൽ. ഓക്കെ ആണല്ലോ. ഇനി എലിപ്റ്റിക്കലാണെന്നുണ്ടെങ്കിൽ അതെന്താകും, ലീനിയർലി പോളറൈസ്ഡ് ആയി മാറിയിട്ടുണ്ടാകും. സോ ആദ്യത്തെ തവണ തന്നെ നമുക്ക് എന്ത് കിട്ടും, മാക്സിമ 0 കിട്ടുന്നുണ്ടാകും. ക്ലിയർ ആണല്ലോ സംഭവം. ഈ 3 ക്ലാസിഫിക്കേഷനും ക്ലിയർ ആണല്ലോ. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ 2-3 ടേമുകൾ ഒന്ന് പഠിച്ചിരിക്കാനാണ്. വാട്ട് ഈസ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് ചോദിക്കാറുണ്ട്. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ എബിലിറ്റി ടു റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ ഓഫ് ദി പ്ലെയിൻ പോളറൈസ്ഡ് ബൈ സർട്ടൻ സബ്സ്റ്റൻസ്. അതിൻ്റെ പ്ലെയിൻ ഓഫ് പോളറൈസേഷനെ റൊട്ടേറ്റ് ചെയ്യാൻ, മാറ്റാനല്ല, വേവ് പ്ലേറ്റ് അല്ല, റൊട്ടേറ്റ് ചെയ്യാൻ. 2 ടൈപ്പ് റൊട്ടേഷനാണുള്ളത്, ഡെക്സ്ട്രോ റൊട്ടേഷനും ലീവോ റൊട്ടേഷനും. വാട്ട് ഈസ് ഡെക്സ്ട്രോ റൊട്ടേഷൻ? ഡെക്സ്ട്രോ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ടേൺ ടുവേർഡ്സ് എ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ടാണ് അതിനെ തിരിക്കുന്നത്. ഇങ്ങനെയാണ്. ഇഫ് ദ റൊട്ടേഷൻ ഈസ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീവോ റൊട്ടേഷൻ. ക്ലിയർ ആണല്ലോ സംഭവം. 2 ക്ലാസിഫിക്കേഷൻ മാത്രം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ടേമും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സ്പെസിഫിക് റൊട്ടേഷൻ. വാട്ട് ഈസ് സ്പെസിഫിക് റൊട്ടേഷൻ? സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ടു വിച്ച് ദ സബ്സ്റ്റൻസ് ഈസ് ഡെക്സ്റ്റോ റൊട്ടേറ്ററി ഓർ ലീവോ റൊട്ടേറ്ററി, അതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണിത്. സോ അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. തീറ്റയാണ്. തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ലെങ്ത് ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ. സി ഈസ് ദ കോൺസെൻട്രേഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഇതിനെ മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കോൺസ്റ്റൻറ്റിനെ മാറ്റിയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈക്വൽ ടു ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ഇട്ടു, എസ് ഇട്ടു, ദെൻ I into C. Then this S is called as the specific rotation, where S is the specific rotation. Clear ആയിട്ടുണ്ടോ? സോ സ്പെസിഫിക് റൊട്ടേഷനുള്ള എക്സാമ്പിൾ എന്തായിരിക്കും, എസ് ടി എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ഐ സി ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? തീറ്റ ഡിവൈഡഡ് ബൈ ഐ സി. ഓക്കെ ആണല്ലോ. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ദ സ്പെസിഫിക് റൊട്ടേഷൻ. ക്ലിയർ ആണല്ലോ. സി ഈസ് ദ കോൺസെൻട്രേഷൻ ഇൻ ഗ്രാം സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഇതാണ് നമ്മളെ സ്പെസിഫിക് റൊട്ടേഷൻ്റെ ടേം. ഇഫ് ദ റൊട്ടേഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ക്യൂബിക് സെൻറ്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാനായിട്ട് പറ്റും. ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആസ് എസ് lambda of t which is equal to 10 theta divided by 1c. ഒന്നുമില്ല, അതിനെ കൺവേർട്ട് ചെയ്തു എന്ന് മാത്രം. ക്ലിയർ ആയിട്ടുണ്ടോ? ക്യൂബിക്കിലാണെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്റിമീറ്റർ ക്യൂബാണ്, മറ്റത് മീറ്ററിലാണെന്നുണ്ടെങ്കിൽ ക്യൂബിക് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. സോ ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ഷുഗർ സൊല്യൂഷൻ ഓഫ് ദി
concentration 0.2 gram per centimeter cube, contained in a tube of length 18 centimeter, rotate the plane of polarization by 23.4 degree. Calculate the specific rotation. Specific rotation കാണാൻ സിമ്പിൾ ആണ്. 10 theta divided by LC ആണ്, which is equal to 10 into theta എത്ര 23.4 ആണ്, divided by L എത്രയാണ് 18 സെൻറ്റിമീറ്റർ. സോ 18 into 10 to the power minus 2 into C എത്ര തന്നിട്ടുള്ളത് 0.2 gram ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0.2, വിച്ച് വിൽ ബി ഗെറ്റിംഗ് ഈ ടേം നോക്കുക ഇൻറ്റു 23 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. കാരണം സ്പെസിഫിക് റൊട്ടേഷൻ ആണ്, ആംഗിൾ ആണ്, 65 ഡിഗ്രി ആണ്. ക്ലിയർ ആക്കണം, അവിടെ ഇതിനെ പോയി കൺവേർട്ട് ചെയ്യേണ്ട കേട്ടോ. സോ 65 ഡിഗ്രി സംഭവം ക്ലിയർ ആണല്ലോ. അങ്ങനെ നമ്മൾ ചാപ്റ്റർ അങ്ങ് ഫിനിഷ് ചെയ്തു. ഇനി അടുത്ത ചാപ്റ്ററാണ് ലേസർ ഫിസിക്സ്. നിങ്ങൾ ബുക്ക് എടുത്തോ സിലബസ് എടുത്തോ കമ്പയർ ചെയ്ത് നോക്കാമല്ലോ, ഒരു പോയിന്റ് പോലും ഞാൻ അതിൽ വിട്ടിട്ടില്ല. എല്ലാം ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അല്ല, വൃത്തിക്ക് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമ്പിൾസും വെച്ചിട്ടുണ്ട്. ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് എക്സാമിന് ചോദിക്കാൻ പോകുന്നുള്ളൂ. എനിവേ, ലേസർ ഫിസിക്സ്. ലേസർ ഫിസിക്സ് വളരെ സിമ്പിളാണ്. കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുകയാണ് വേണ്ടത്. ആദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ഈസ് ലേസർ. ലേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് പ്രൊഡ്യൂസിങ് ഇൻറ്റൻസ് മോണോക്രോമാറ്റിക് കൊഹറൻ്റ് ആൻഡ് യൂണി ഡയറക്ഷണൽ ബീം ഓഫ് ലൈറ്റ്. ലേസർ ബീമിൻ്റെ പ്രത്യേകത പറഞ്ഞതാ, വേണമെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് പോപ്പുലേഷൻ ഓഫ് എനർജി ലെവൽ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഗിവൺ എനർജി ലെവൽ. നിങ്ങളുടെ കയ്യിലൊരു എനർജി ലെവൽ തന്നിട്ടുണ്ട്, മേ ബി ഹിയർ. അവിടെ എത്ര ആറ്റംസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന നമ്പറാണ് പോപ്പുലേഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? നമ്മൾ സാധാരണ പോപ്പുലേഷൻ പറയാം എത്ര ജനസംഖ്യ, അതേപോലെ തന്നെ എത്ര ആറ്റംസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? സോ പോപ്പുലേഷൻ ക്ലിയർ ആണല്ലോ. ഇനി നമുക്കതിൽ പറയാനുള്ള ഓരോ ടേമുകളും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് 3-4 ടൈപ്പ് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ കയ്യിൽ ലേസർ ബീം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ബേസിക്കലി ലേസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ്, HNU ആണ്. അതായത് എനർജി റിലീസ് ചെയ്യുക. എപ്പോഴും എനർജി റിലീസ് ചെയ്യുക? ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജിക്ക് വരുമ്പോൾ, അപ്പോൾ ബാക്കിയുള്ള എനർജി റിലീസ് ചെയ്യും. സോ നമുക്ക് അതാണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ അതാണ് ലേസർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലേസർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ 3-4 ടേമുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, രണ്ടാമതായിട്ട് സ്പോണ്ടേനിയസ് എമിഷൻ, മൂന്നാമതായിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇതെന്താണെന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ എനർജിയാണ്, എനർജി റിലീസ് ചെയ്യണം. ആദ്യം എനിക്ക് എനർജി കിട്ടണം. എവിടെ നിന്ന് എനർജി കിട്ടും? ഇഫ് ദ ഫോട്ടോൺ ഗിവ് ഇറ്റ്സ് എനർജി ടു ദ ആറ്റം ആൻഡ് ഡിസപ്പിയർ. ഇനീഷ്യലി നല്ല സ്പീഡിൽ വന്നിട്ട് ഒരു ആറ്റത്തിൽ ഇടിക്കുന്നുണ്ട്, ഈ ഫോട്ടോൺ എനർജി ഇതിന് കൊടുക്കുന്നുണ്ട്, ദെൻ ദാറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. എൻ്റെ ഈ ആറ്റം വേഗം അതങ്ങ് വാങ്ങി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദ ആറ്റം വിൽ ജംപ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റ് E2. ആറ്റം അടുത്ത എനർജി ലെവലിലേക്ക് കയറും. അതാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് എമിഷൻ എന്തായിരിക്കും? ഈ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ ചെയ്തിട്ട് ഇവിടെ മുകളിൽ എത്തിയിട്ടുള്ള ആ ആറ്റം എന്ത് ചെയ്യും? അതിൽ എനർജി ഇല്ലേ, ആ എനർജിനെ റിലീസാക്കണ്ടേ? റിലീസാക്കും. അതാണ് ആറ്റം കനോട്ട് സ്റ്റേ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഫോർ ദ ലോങ് ടൈം. കുറേ നേരം അത്രയും എനർജി ആയിട്ട് ഹയർ ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂല, ആറ്റത്തിന് കഴിയൂല. ആറ്റം എന്ത് ചെയ്യും? ആ ആറ്റം ആ എനർജി മെല്ലെ റിലീസ് ചെയ്തിട്ട് താഴെ ഗ്രൗണ്ട് ലെവലിലേക്ക് വരും. കാരണം എന്താ? എല്ലാവർക്കും എനർജി ഏറ്റവും കുറഞ്ഞ രീതിയിൽ സ്പെൻഡ് ചെയ്തിരിക്കാനാണ് ആഗ്രഹം. അതാണ് ഫിസിക്സ് പറയുന്നത്. നിൽക്കുന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാനാണ് ആഗ്രഹം, ഇരിക്കുകയാണെങ്കിൽ കിടക്കാനാണ് ആഗ്രഹം. കാരണം ഏറ്റവും എനർജി കുറഞ്ഞ ലെവലാണ് എല്ലാവർക്കും താല്പര്യം. സോ ആറ്റം കനോട്ട് സ്റ്റേ, ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് 10 to the power -8 സെക്കൻഡ്. ഇത്ര സമയം മാക്സിമം വരെ, -8 to -9 അത്ര വരെ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ലൈഫ് ടൈം. അത് കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ട് വരും. സോ ദ ആറ്റം കം ബാക്ക് ബൈ റിലീസിങ് ഫോട്ടോൺ എനർജി. കുറച്ച് എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്, അവിടെ എനർജി റിലീസ് ഉണ്ടായിട്ടുണ്ട്, അതാണ് ലേസറായിട്ട് മാറുക. എനിവേ, വാട്ട് ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ? ഇങ്ങനെ നിൽക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യൂല, നേരെ ഇങ്ങനെ എനർജി റിലീസായിട്ട് വരില്ല. പകരം ഫോഴ്സ്ഡ് ഫോട്ടോൺ എമിഷൻ ബൈ ആൻ എക്സൈറ്റഡ് ആറ്റം ഡ്യൂ ടു ആക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഏജൻസി ഈസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതായത് എൻ്റെ കയ്യിൽ എനർജിയൊക്കെ കിട്ടി മുകളിൽ പോയിട്ട് എന്നാലും ചില പഹയന്മാരുണ്ടാകും വല്ലാണ്ട് അവിടെ പിടിച്ചിരിക്കുന്നത്, കുറച്ച് വ്യത്യസ്തമാകാൻ ആഗ്രഹിക്കുന്നവർ. സോ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് ഫോട്ടോൺ വേറൊരാളെയും കൂടെ പറഞ്ഞു വെച്ചിട്ട് അവിടെയും കൂടെ ഒന്ന് ഇടിപ്പിക്കും. അതായത് ഫോഴ്സ്ഡ് എമിഷൻ നടത്തും. അതാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. ക്ലിയർ ആണല്ലോ? സോ ആദ്യം ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എനർജി വാങ്ങി, പിന്നെ ഞാൻ ഹയർ എനർജിക്ക് പോയി, പിന്നെ അവിടുന്ന് വീണ്ടും അത് റിലീസ് ചെയ്ത് പോന്നു. ക്ലിയർ ആണല്ലോ കൺസെപ്റ്റ്? ഇനി നോക്കുക,
ഇനി നമുക്ക് 2 ടേമുകളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ലേസറിൻ്റെ പ്രൊഡക്ഷനിലോട്ട് കിടക്കാം. ഒന്നാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ, രണ്ടാമത് പമ്പിങ്. പോപ്പുലേഷൻ എന്തായിരുന്നു? പോപ്പുലേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് എൻ്റെ കയ്യിൽ ഒരു എനർജി ലെവലുണ്ട്. മേ ബി ഞാനിപ്പം E1 മാർക്ക് ചെയ്തു, E2 മാർക്ക് ചെയ്തു, വേർ E2 ഈസ് ഗ്രേറ്റർ ദാൻ E1. ഓക്കെ, നോർമലി എവിടെ കൂടുതൽ ആളുകൾ ഉണ്ടാകുക? ഇവിടെയാണ് ഉണ്ടാകുക. ദിസ് ഈസ് ഇൻ നോർമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ, കാരണം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആളുകൾ കുറവായിരിക്കും, അത്ര ആളുകൾക്ക് എനർജി ഉണ്ടാവില്ല. സോ ഇവിടെ E2 ഉണ്ട്, E1 ഉണ്ട്. പോപ്പുലേഷൻ ഇൻവേർഷൻ ഇതിനെ പിടിച്ച് നേരെ തിരിക്കുക. അതായത് അവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും എന്ത് കൂടുതൽ? എനർജി കൂടുതൽ, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ. ഇവിടെ ആളുകൾ കുറവായിരിക്കും. എല്ലാവരും കൂടുതൽ എനർജി ഉള്ള ആളുകളാണ്. സോ അതാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞത്. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. കാരണം ഇങ്ങനെ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല, പക്ഷേ അവിടെ നിർബന്ധിച്ച് ഇരുത്തിയതാണ്. നൗ സ്റ്റേറ്റ് ദ മെറ്റീരിയൽ വിച്ച് ദ population of the higher energy level N2 exceeds the population of the lower energy level. അതായത് ഹയർ എനർജിയിലുള്ള നമ്പറാണ് N2, ഇതാണ് N1 എങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ N1 ആൻഡ് N2 ഈസ്, അത് നമ്മൾ പറയുന്നുണ്ട്. N1ഉം N2ഉം തമ്മിലുള്ള റിലേഷൻ, ദ റിലേഷൻ ബിറ്റ്വീൻ N1 ആൻഡ് N2 ഈസ് ഇൻ ടേംസ് ഓഫ് എനർജി N2 ഡിവൈഡഡ് ബൈ N1 ഈക്വൽ ടു E raised to minus E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ KT. ശരിക്കും ഓർത്തിരിക്കണേ, കാരണം ഇവർ തമ്മിലുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? N എന്ന് പറഞ്ഞാൽ എന്താ? N1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ലോവർ എനർജി സ്റ്റേറ്റ്, N2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ എനർജി സ്റ്റേറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, N2 N1 പറഞ്ഞു, E1 E2 പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? പമ്പിങ്. നമുക്ക് ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ ആളുകൾ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ നോർമലി നടക്കില്ല. സോ അതിന് വിളിക്കുന്ന പേരാണ് പമ്പിങ്. പ്രോസസ് ഓഫ് സപ്ലൈയിങ് എനർജി ടു ദ മീഡിയം ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. മുകളിലേക്ക് കൂടുതൽ ആളുകളെ പറഞ്ഞേക്കണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കും, അത്രമാത്രം. ക്ലിയർ ആണല്ലോ? സാധാരണ നമ്മൾ ഈ വാട്ടർ ടാങ്കിൽ നിന്നൊക്കെ പമ്പ് ചെയ്യൂലേ, വിച്ച് മീൻസ് എനർജി കൂടിയ സ്ഥലത്തേക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് പറഞ്ഞേക്കും, പമ്പിങ്. സോ പോപ്പുലേഷൻ ഇൻവേർഷന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കുക, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണെന്ന് എന്താ നോക്കാം. ഇൻ ഓർഡർ ടു അച്ചീവ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ, കാരണം എന്താ, ഇവിടേക്ക് നമ്മൾ ഇത് കൂടുതൽ എനർജി, ഇത് കുറഞ്ഞ എനർജിയാണ്, ഇത് കൂടുതൽ എനർജിയാണ്. സോ കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ വന്നിട്ട് സാച്ചുറേറ്റഡ് ആകുന്നുണ്ട്. കാരണം ഒന്നാമതേ ഹയർ എനർജിയിൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല, പക്ഷേ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യരുത്, ഇവർ പെട്ടെന്ന് E1 പറഞ്ഞ് താഴോട്ട് വന്നാൽ വരുന്ന ആളുകളൊക്കെ വന്നാൽ നമ്മളെ ലേസറിൻ്റെ പ്രൊഡക്ഷനെ നടക്കില്ല. സോ നമ്മൾ E2നെക്കാട്ടിലും കുറഞ്ഞ ചെറിയൊരു വീടും കൂടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ കുറഞ്ഞ ചെറിയൊരു എനർജി ലെവലും കൂടെ ഉണ്ടാക്കും. അവിടേക്ക് കുറച്ച് ആളുകൾ വരും ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അതായത് നമ്മൾ ആളുകൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ചെറിയൊരു സ്ഥലം കൂടെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ എനർജി കുറഞ്ഞ സ്ഥലം. സോ അവിടുന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓരെന്ത് ചെയ്യുക, താഴോട്ടുള്ള എനർജി ലെവലിലോട്ട് പോരുക. ആ സമയത്താണ് നമുക്ക് ലേസർ അല്ലെങ്കിൽ HNU കിട്ടുക. സോ ഇവിടെ നിൽക്കുന്ന ഈ സമയത്തിന് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് ഹയർ എനർജിയിൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. സോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു എനർജി ലെവലും കൂടെ ഉണ്ട്. ആ എനർജി ലെവലിൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഇൻ ഓർഡർ ടു അച്ചീവ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ, കാരണം ഇതില്ലെങ്കിൽ എന്താ, കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പമ്പ് ചെയ്യാൻ കഴിയില്ല, അവിടെ സാച്ചുറേറ്റഡ് ആയി പോകും. സോ വിച്ച് മീൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ ആറ്റം ഹാവ് ടു വെയിറ്റ് ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ടിൽ ദ ലാർജ് നമ്പർ ഓഫ് അക്യുമുലേറ്റഡ് ഇൻ ദാറ്റ് ലെവൽ. അതായത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അതിൻ്റെ ലൈഫ് ടൈം ഏറെയുണ്ട് 10 to the power -6 to -3 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണല്ലോ? സംഭവം ക്ലിയർ ആണല്ലോ? സോ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ലേസറിൻ്റെ പ്രൊഡക്ഷൻ ആണുള്ളത്. സോ 2 ടൈപ്പാണ് നമുക്ക് പറയാനുള്ളത്, ഒന്ന് റൂബി ലേസറും മറ്റത് സോളിഡ് സ്റ്റേറ്റ് ലേസറും. റൂബി ലേസർ ഓർ സോളിഡ് സ്റ്റേറ്റ് ലേസർ. സോ ബേസിക്കലി റൂബി ലേസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അലൂമിനിയം ഓക്സൈഡ് ഡെപ്പോസിറ്റഡ് വിത്ത് ദ ക്രോമിയം അയോൺ അറ്റ് ദ കോൺസെൻട്രേഷൻ 0.05. അത് ഓർത്തിരിക്കുക. പിന്നെ റൂബി റോഡിൻ്റെ ലെങ്ത്ത് 4 cm ആണ്, 0.5 cm ഡയമീറ്റർ ആണ് അതിനുള്ളത്. എന്നിട്ട് എന്താണ്, ദിസ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ക്സിനോൺ ലാമ്പ്. എന്താ പിന്നെ നമുക്ക് വേണ്ടത് എന്താ, ഒരു ലേസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടേമുകളൊക്കെ വേണം. പമ്പിങ് നടക്കണം, പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കണം, പിന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് താഴോട്ട് വരണം. അതാണ് ലേസറിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ? സോ ഇതിൻ്റെ ഫിഗർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് തരണ്ട്. സോ
ഫ്ലാഷ് ലാമ്പ് ഉണ്ടാകും. ആ ഫ്ലാഷ് ലാമ്പാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ പമ്പിങ്ങിന് വേണ്ടിയിട്ട്, പമ്പിങ് സിസ്റ്റമായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇനി നമുക്കതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിങ്ങിൽ ഈ ഫ്ലാഷ് ലാമ്പ് ഓൺ ആയാലും സ്വിച്ച് ഓൺ ആയത്, അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ സംഭവിക്കും. സോ അവിടുന്ന് CR3 അയോണുകൾ എന്ത് ചെയ്യും? എക്സൈറ്റഡ് ടു ദ എനർജി ബാൻഡ്. എക്സൈറ്റഡ് എന്നാണ്, എക്സൈറ്റഡ് ടു ദ എനർജി ബാൻഡ്. പിന്നെ അവിടെ എന്തില്ല, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. സോ ഡ്യൂ ടു സ്മോൾ ലൈഫ് സ്പാൻ അണ്ടർഗോ എ നോൺ റേഡിയോ ആക്റ്റീവ് ട്രാൻസ്മിഷൻ ഡ്രോപ്പ് ടു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എക്സൈറ്റഡ് മെറ്റാസ്റ്റേബിളിലെത്തി. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ പിന്നെയും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. കാരണം 10⁻⁸ ഉള്ളത് -6 ആയി മാറിയിട്ടുണ്ട്. വിച്ച് മീൻസ് 10⁻100 ടൈംസ്, 1000 ടൈംസ് കൂടുതലാണ്. ദെൻ പോപ്പുലേഷൻ ഇൻവേർഷൻ വിൽ ടേക്ക് പ്ലേസ്. ദെൻ ബൈ റിപ്പീറ്റഡ് ദ പോപ്പുലേഷൻ ഇൻവേർഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹയർ എനർജിയിലുള്ളത് ലോവർ എനർജിയിലേക്ക് വരും. ലേസർ ബീം എമിറ്റ് ചെയ്യും. ബൈ റിപ്പീറ്റഡ് റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ. കുറേ മിറർ വെച്ചിട്ടുണ്ടാവും. കാരണം ഈ വരുന്ന ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. സോ വീണ്ടും നമ്മൾ റിഫ്ലക്ഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂട്ടും. എങ്ങനെ കൂട്ടും? സൂപ്പർ പൊസിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ലൈറ്റ് ഈസ് ആംപ്ലിഫൈഡ് ബൈ ദിസ് മിറർ. ക്ലിയർ ആണോ? ഇതേപോലെ തന്നെയാണ് അടുത്ത ഹീലിയം നിയോൺ ലേസറും. റൂബിക്ക് പകരം ഇവിടെ ആരായി മാറിയിട്ടുണ്ട്? ഹീലിയം മിക്സറ, ഹീലിയം നിയോൺ മിക്സറ. അത് ശരിക്കും ശ്രദ്ധിക്കണം. ആൻഡ് ദ ഇലക്ട്രിക് ഡിസ്ചാർജ് വാസ് യൂസ്ഡ് ഫോർ ദ ഒപ്റ്റിക്കൽ പമ്പിങ്. നേരത്തെ എന്തായിരുന്നു? ഇലക്ട്രിക് ലാമ്പായിരുന്നു. ഇവിടെ ഇലക്ട്രിക് ഡിസ്ചാർജാണ്, കറണ്ട് തന്നെ കൊടുക്കുന്നത്. ഇനി നോക്കുക, ഇനി ഇവിടെ ഉള്ളത് എന്താണ്? നാരോ ഡിസ്ചാർജ് ഓഫ് ദ ട്യൂബ് ഓഫ് ലെങ്ത് 18 സെൻറ്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 1 സെൻറ്റിമീറ്റർ. ട്യൂബിൻ്റെ നീളം വീതിയും പറഞ്ഞിട്ടുണ്ട്, നേരത്തെയും പറഞ്ഞ പോലെ. ദെൻ ദ ഇലക്ട്രോഡ് ഈസ് കണക്റ്റഡ് വിത്ത് ഹൈ വോൾട്ടേജ് 10 kV. ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് എങ്ങനെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ ആൻഡ് അയോൺ പ്രൊഡ്യൂസഡ് ആർ ആക്സിലറേറ്റഡ്. ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? കൊളൈഡ് വിത്ത് ഹീലിയം ആറ്റം. ആദ്യം ഹീലിയം ആറ്റത്തിനാണ് കൊളൈഡ് ചെയ്യുക. ഹീലിയം നിയോൺ ഉണ്ട്, ആദ്യം ഹീലിയം ആറ്റത്തിനെ കൊളൈഡ് ചെയ്യും. ആ ആറ്റത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടാകും? കൂടുതൽ എനർജി കിട്ടിയിട്ടുണ്ടാകും. ദെൻ ഇറ്റ് വിൽ എക്സൈറ്റഡ് ടു ദ ഹയർ എനർജി ലെവൽ. എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? അടുത്തത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് പോകണം. സോ ദ ഇലക്ട്രോൺ കൊളൈഡ് വിത്ത് നിയോൺ. നിയോൺ അവിടെയാണ് നിറച്ചിട്ടുള്ളത്. അവിടുന്ന് നിയോൺ എന്ത് ചെയ്യും? ആസ് ദ റിസൾട്ട് നിയോൺ ആറ്റം എക്സൈറ്റഡ് E4 to E6 മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. Then the population inversion will take place. Again the population inversion will take place because ഇവിടെ എന്തുണ്ട്? ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. കാരണം ഇതിൻ്റെ എനർജി അത്രക്ക് കൂടുതലാണ്, അത്രക്ക് നമ്പർ പമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ദിസ് ഈസ് മൈ E1, ദിസ് ഈസ് മൈ E2, ദിസ് ഈസ് മൈ E4 to E6, പിന്നെ അതേപോലെ തന്നെ അടുത്തതാണ് E5 to E6. അതായത് 2 മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടെന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? ദെൻ ദ പവർ ഔട്ട്പുട്ട് ഈസ് ബിറ്റ്വീൻ 1 to 15 milliwatt. ഇത്രയും പവറുള്ള ലേസറാണ് നമുക്ക് കിട്ടുക. സോ സംഭവം ക്ലിയർ ആണല്ലോ? വർക്കിങ്ങും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? സോ ഇത്രയാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ലേസർ എന്ന് പറഞ്ഞ ഭാഗം വളരെ കുറവാണ്. ഓൾമോസ്റ്റ് കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഓടിച്ച് വിട്ട് തീർത്തതല്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ തീർത്തിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക് കാണാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള സ്കോർ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് തോന്നുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 6 to 7 hours ആയിരിക്കും വീഡിയോ ലെക്ചേഴ്സ് ഉണ്ടാകുക. സോ നിങ്ങളതിരുന്ന് സ്പീഡ് കൂട്ടി കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫിസിക്സിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എനിവേ നിങ്ങൾക്ക് ലെക്ചർ നോട്ടും മറ്റു കാര്യങ്ങളും കിട്ടാനായിട്ട് ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. എനിവേ സെക്കൻഡ് സം കോംപ്ലിമെൻ്ററി ഫിസിക്സിൻ്റെ വീഡിയോ ലെക്ചർ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. എനിവേ താങ്ക് യു.